السلام عليكم ورحمة الله. الحمد لله نحمدك يا من أوضحت لنا سبل الهداية وأوزغت أن بصائرنا غشبة الغوايا، ونصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذني وهو سراجا منيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والآخرة خير وأبقى. ബഹുമാനനായ ഹുസൈൻ സലഫി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റഷീദ് ക, മറ്റു UAE ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ചുമതലയിലുള്ള ഭാരവാഹികളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, ഞാൻ എൻ്റെ സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു മിനിറ്റിൻ്റെ ഒരു ഇൻഫർമേഷൻ എനിക്ക് വേണം. ഇതിൽ 10th താഴെ 10th മുകളിലുള്ള ആളുകളൊന്ന് കൈവക്കാം. ഓക്കെ, 10th കുട്ടികളൊന്ന് കൈവക്കുക. നൗ ഇപ്പോൾ ഓക്കെ. ക്ലാസ് അവിടെ ഉണ്ടല്ലേ? അവരെൻ്റെ ഫ്രെയിമിൽ കയറിയിട്ടില്ല, പറഞ്ഞാൽ നന്നായി. പിന്നെ 10th താഴെയുള്ള കുട്ടികളുണ്ടോ? ക്ലാസ് 10th താഴെയുള്ളവരുണ്ട്. ഓക്കെ. 9th 8th താഴെയുള്ളവരുണ്ടോ? 8ാം ക്ലാസ്സിൻ്റെ താഴെയുള്ളവർ? ഭൂരിവശം, മാഷാ അല്ലാഹ്. ഏതായാലും കുറഞ്ഞ സമയം നിങ്ങളുമായി ചില വിഷയങ്ങൾ പങ്കിടാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അറിയാം, ഞാൻ അവരുടെ 25 പേരുണ്ട് നോക്കിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തെ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു. അള്ളാഹു നമ്മിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ. സാധാരണ ഇങ്ങനത്തെ ക്ലാസ്സുകളിലും സദസ്സുകളിലും ഒക്കെ വരുമ്പോൾ നിങ്ങളെക്കുറിച്ചല്ല പറയണേ, നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയണേ. ഇനി ആർക്കെങ്കിലും ഇത് എന്നെക്കുറിച്ചാണെന്ന് തോന്നിയാൽ അയാൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എന്നെക്കുറിച്ചാണ് എന്ന് തോന്നിയാൽ അയാളടുത്ത് ശൈത്താൻ വന്ന് ചെയ്യാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ, ആ ഉസ്താദിനോട് ആരൊക്കെയായിരുന്നു സംസാരിച്ചത് എന്നത് നോട്ട് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ശൈത്താൻ പറയാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു പ്രതിഷേധമാണ് ഉണ്ടാകുക. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തണം. നമ്മൾ പഠിച്ചവൻ്റെ അടുത്ത് പറയണം. ലോകത്തെ ഏത് ഭാഷയും മനസ്സിലാകുന്ന, ഒരു ഭാഷയും സംസാരിക്കാൻ കഴിയാത്ത, ഊമക്കും സംസാരിക്കാൻ കഴിയുന്ന അജയ്യനായ ശക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു തആല. അള്ളാഹിൻ്റെ അടുത്ത് പറയണം. സാധാരണ ഇങ്ങനത്തെ സദസ്സുകളിൽ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ കാണും, നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. നോക്കുമ്പോൾ അതിൽ ഒരു വിഭാഗം കുട്ടികളുണ്ടാകും. അവരിങ്ങനത്തെ പരിപാടികളുടെ പോസ്റ്ററോ നോട്ടീസോ മെസ്സേജോ FB എന്നുള്ള നോട്ടിഫിക്കേഷനോ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അവരത് മനസ്സിൽ, അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ, മനസ്സിൻ്റെ ഏറ്റവും മുന്നിൽ അതവിടെ രേഖപ്പെടുത്തി വെക്കും. എന്നിട്ട് അവർ ബാക്കി എല്ലാ എൻഗേജ്മെൻറ്റ്സും ഒഴിവാക്കിയിട്ട് അതിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് പൂർണ്ണമായി അതിലിരിക്കും, കാര്യങ്ങൾ പഠിക്കും, ഗ്രഹിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ അടിമുടി സമ്പൂർണമായ പരിവർത്തനങ്ങൾക്ക് അവർ കാര്യങ്ങളെ വിധേയരാക്കും. ചിലപ്പോൾ അവരെ പാരൻസ് ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യില്ല. ഈ കാര്യത്തിൽ ഒരിക്കലും പാരൻസ് ഇങ്ങനത്തെ ക്ലാസ്സുകളിലേക്ക് പോകാനും കാര്യങ്ങൾ ഗ്രഹിക്കാനൊന്നും സപ്പോർട്ട് ചെയ്യില്ല. മാത്രമല്ല, ഇസ്ലാമികമായി അവരിങ്ങനത്തെ ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവർക്ക് മെൻ്റലി എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് സൈക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയൊക്കെ കൊണ്ടുപോയി കാണിച്ച എക്സ്പീരിയൻസും ചില സുഹൃത്തുക്കളുടെ കാര്യത്തിൽ എനിക്കുണ്ട്. നിസ്കാരമൊക്കെ തുടങ്ങുന്ന കാണുമ്പം, പിന്നെ ഇസ്ലാമികമായി അവൻ്റെ ഒരു ഏജ് എത്തുമ്പോൾ അവന് താടിയൊക്കെ ഇങ്ങനെ വളർന്നു വരും. ആ താടിയൊക്കെ വളർത്തുന്ന കാണുമ്പോൾ, അവന് വാഹനത്തിൽ കയറുമ്പോൾ ദിക്ർ ചൊല്ലുന്നത് കാണുമ്പോൾ, അവൻ വണ്ടി എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലണത് കാണുമ്പോൾ അവനെന്തോന്ന് പറ്റിയിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ചിരിയാണ് വരിക. അങ്ങനെ കരഞ്ഞ് അവതരിപ്പിക്കുന്ന എത്ര കുട്ടികളെ എനിക്കറിയാം. എൻ്റെ പാരൻസ് എന്നെ സമ്മതിക്കണില്ല എന്നുള്ള നിലക്ക് ഗേൾസുണ്ട്.
എൻജിനീയറിങ് കഴിഞ്ഞൊരു കുട്ടി അവളുടെ വിവാഹങ്ങൾ തുടർച്ചയായി മുടങ്ങിയപ്പോൾ എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവള് ഇലക്ട്രോണിക്സിലുള്ള ബ്രാഞ്ചാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ അവൾക്ക് ഈസി തന്നെ കഴിഞ്ഞ ഒരാളെ ഹസ്ബൻഡായി കിട്ടണം എന്നത് അവളുടെ വാപ്പാൻ്റെ നിർബന്ധമാണ്. അവൾക്കാണെങ്കിൽ ഇസ്ലാമികമായ ഏറ്റവും സൂക്ഷ്മത പാലിക്കുന്ന ഒരാളെയാണ് അവൾക്ക് വേണ്ടത്. അപ്പോൾ അവസാനം അവൾ ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉപ്പാ എനിക്കൊരു മത്സ്യ കച്ചവടക്കാരനെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. രാവിലെ 5 മണിക്ക് അയാളെ ബൈക്കിൽ ബാക്കിലൊരു കൊട്ടയും വെച്ചിട്ട് മത്തി വേണോ മത്തി എന്ന് ചോദിച്ച് ഗ്രാമങ്ങൾ ചുറ്റുന്ന ഊടുവഴികൾ ചുറ്റുന്ന ഒരാളെ കിട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ അയാൾക്ക് ദീനുണ്ടായാൽ മതി. ഞാൻ കാണുന്ന യോഗ്യത അത് മാത്രമാണ്. ഞാനാണ് അയാളുടെ കൂടെ ബെഡിൽ ഉറങ്ങുന്നത്, അതുകൊണ്ട് അയാൾക്ക് ദീനുണ്ടായാൽ മതി എന്നാണ്. അതേപോലെ ഇന്ത്യയിലെ പ്രമുഖമായ സ്ഥാപനങ്ങളെടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ, ഇപ്പോൾ ടെക്നിക്കൽ സൈഡിലാണെങ്കിൽ IIT-കൾ NIT-കൾ ഒക്കെയാണ്. നിങ്ങൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ എന്താവണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച കുട്ടികൾക്ക് ഞാനീ പറഞ്ഞത് വേഗം മനസ്സിലാവും. IIT ആണ് ടെക്നിക്കൽ തലത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാപനം. അതിൻ്റെ തൊട്ടതായാണ് NIT-കൾ ഉള്ളത്. അവിടെയൊക്കെ നിങ്ങൾ ചെന്നാൽ നീണ്ട താടി വെച്ച പർദ്ദട്ട ബോയ്സിനെയും ഗേൾസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. സ്വാഭാവികമായും ഇവിടെ ഇത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ എത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ക്ലാസ്സിലൊക്കെ വന്നിരുന്ന് അത് കേൾക്കണം പഠിക്കണം എന്നുള്ള നിലക്കാണ്. അങ്ങനെ പോകുമ്പോൾ അവരുടെ ലൈഫിലൊരു ടോട്ടൽ പൊളിച്ചെഴുത്തുണ്ടാവും. രണ്ടാമത്തെ ഒരു വിഭാഗം ഉണ്ടാവും, അവരെത്തിയത് ഒരിക്കലും അവരുടെ ഒരു മാനസികാവസ്ഥയിലാവില്ല. അവർക്ക് ഇങ്ങനെ ചില കമൻസൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കാൻ തോന്നും. അവർ ചിലപ്പോൾ അങ്ങനെ ക്ലാസ് എടുക്കുന്ന ആൾക്ക് ഡിസ്റ്റർബ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അയാളവിടെ ഡാൻസ് കളിച്ചാലും ഞങ്ങളൊന്നും പറയില്ല, മനസ്സിലായില്ലേ? ചിലപ്പോൾ തോണ്ടും, ചിലപ്പോൾ ചെവിക്കൊടിക്കും. അതെന്താ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ ക്ലാസ് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാം ഒരു പാരൻ്റ് ഇങ്ങനെ നോക്കുന്നുണ്ടാവും ബാക്കോട്ട്. എന്താ കാരണം എന്നറിയോ? അയാളെ മോൻ അവിടെ ഇരിക്കുന്നുണ്ട്, അയാൾ പിടിച്ചുകൊണ്ടെന്നാണ്. പ്രഭാഷകൻ്റെ ടോക്കിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് വന്നാൽ ആ കുട്ടി ഇങ്ങനെ ചിരിക്കും, മറ്റവനിങ്ങനെ തോണ്ടും. കാരണം അവനിപ്പോഴും ഇവിടെ എത്തിയിട്ടില്ല, അവനിപ്പോഴും പുറത്താണ്. മനസ്സുകൊണ്ട് അവനിപ്പോഴും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. പിന്നെ വാപ്പാൻ്റെ നിർബന്ധത്തിന് ബസ് വന്ന് നിർത്തിയപ്പം ഉസ്താദുമാരുടെ നിർബന്ധത്തിനൊക്കെയാണ് അവൻ വന്നിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന പാതി മനസ്സിൽ അശ്രദ്ധമായി ചിലപ്പോൾ അവൻ്റെ മനസ്സിലൊരു ടൈം കണ്ടിട്ടുണ്ടാവും. ആ ടൈം കഴിഞ്ഞാൽ അവൻ അസ്വസ്ഥനായിരിക്കും. ചിലപ്പോൾ അസ്വസ്ഥത പരസ്യമായിട്ട് രേഖപ്പെടുത്തും, നിങ്ങൾ നിർത്തുന്നുണ്ടാവും ഇത്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ പറയും, മോനെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നിർത്തുന്നുണ്ട്, മോൻ അവിടെ ഇരിക്കുന്നറിയും. പക്ഷെ അവനോട് നമ്മൾ ദേഷ്യം പിടിക്കില്ല. കാരണം അവന് ചിലത് കിട്ടിയാൽ അവൻ നമ്മളെക്കാളും സൂക്ഷ്മത ഉള്ള ആളായിരിക്കും. അതിൻ്റെ എത്രയോ എക്സ്പീരിയൻസ് നമ്മളെ മുന്നിലുണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തോട് ഓരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നെക്കുറിച്ചാണല്ലോ പറഞ്ഞത്, പ്രഭാഷകൻ്റെ വാക്കിൽ ഡയലോഗിൽ വന്ന പ്രശ്നം എന്നെക്കുറിച്ചാണല്ലോ, ഉപ്പ നിർബന്ധിച്ചിട്ട് വന്നെന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ചാണല്ലോ. അവൻ എന്ത് ചെയ്യുന്നറിയോ? അതൊന്നിങ്ങനെ കെയർ ചെയ്യും. ഞാൻ എന്തായാലും എന്നെ പറ്റിയാ പറഞ്ഞത്, ഞാൻ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് എന്നവൻ മനസ്സിൽ വിചാരിക്കും. മൂന്നാമത്തെ ആളെന്താ അറിയോ? ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാം, എനിക്കിപ്പോൾ ഞാൻ പോണ റൂട്ടിലേ പോകാൻ പറ്റുള്ളൂ, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല, നിങ്ങൾ എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ല. ഓ അങ്ങനെ ചിരിക്കും. ഇവിടെ ആരെങ്കിലും ചിരിച്ചിന് അവരെ പറ്റിയല്ല ഞാൻ പറഞ്ഞ്. ഓൻ അങ്ങനത്തെ ഒരു പ്രതിഷേധത്തിലായിരിക്കും. എല്ലാവരോടും, ഉമ്മനോട് പ്രതിഷേധത്തിലായിരിക്കും, ഉപ്പനോട് പ്രതിഷേധത്തിലായിരിക്കും. അവൻ്റെ മനസ്സ് ആ ഒരു പോയിന്റിൽ മാത്രമായിരിക്കും. ഇതിലെ 3 വിഭാഗത്തോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഞാൻ എന്നോട് ആദ്യം പറയേണ്ട കാര്യം അതെന്താന്ന് വെച്ചാൽ, നമ്മുടെ പ്ലാനിങ്ങിൻ്റെയും നമ്മുടെ സ്വപ്നങ്ങളുടെയും നമ്മുടെ കണക്ക് കൂട്ടലിൻ്റെയും അപ്പുറത്ത് ജീവിതം എന്ന് പറയുന്ന ഈ മഹായാഥാർത്ഥ്യത്തിന് ഒരു അന്ത്യമുണ്ട്. നമ്മൾ ചെറിയ കുട്ടികളാവുമ്പോൾ നമുക്ക് കളിക്കാൻ വേണ്ടി പല ടോയ്സും പാരൻസ് കൊണ്ടുവന്ന് തരും അല്ലേ? അതിൽ ചിലപ്പോൾ പാവ ഉണ്ടാകും, അല്ലെങ്കിൽ ഡോൾ ഉണ്ടാകും, അല്ലെങ്കിൽ കാറുണ്ടാകും. അതിനെങ്ങനെ കീ കൊടുത്താൽ, കാറിന് കീ കൊടുത്താൽ എന്ത് ചെയ്യും? അത് ആ കീൻ്റെ ഒരു പവർ കഴിയുന്ന അത്ര ദൂരം എന്ത് ചെയ്യും? അതിങ്ങനെ പോയിട്ട് അവസാനം അവിടെ നിൽക്കും. എന്ന് പറയണത് പോലെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യാണ്. ഞാൻ +2 കഴിഞ്ഞ് അങ്ങനെ എൻട്രൻസ് എഴുതി, അങ്ങനെ മെഡിസിൻ ചേർന്ന് അങ്ങനെ പോയി, അങ്ങനെ അല്ലെങ്കിൽ MBA ചേർന്ന് അങ്ങനെ ഞാൻ എന്തായാലും എൻ്റെ ഫ്രണ്ട് ചെന്നൈയിലുള്ള, ഞാൻ അവിടെ തന്നെയാണ് പോണേ. എന്നാൽ പിന്നെ പാരൻസിൻ്റെ ഒരു കൺട്രോളിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുമല്ലോ ഒക്കെ ആലോചിക്കും. നിങ്ങൾ പിന്നെ ചിരിച്ചാൽ ഞാൻ ഒരിക്കലും വിചാരിക്കൂല നിങ്ങളെ അങ്ങനെ ചിന്തിച്ച ഒരാളാണെന്ന് ഞാൻ വിചാരിക്കൂല, മനസ്സിലല്ലേ?
നിങ്ങളെ പ്രായത്തിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം, ചിന്തിച്ചിട്ടുണ്ട് ഇല്ല നിങ്ങൾ പറഞ്ഞാൽ അത് കളവാണ്. പക്ഷെ ഏറ്റവും വലിയൊരു സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിലൊരു എലി ചത്തു, അല്ലെങ്കിൽ ഒരു പൂച്ച ചത്തു, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു സാധനം എന്ത് ചെയ്തു, അത് അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. നമ്മൾ അതിനെ ഒരു കുഴി എടുത്തിട്ട് നമ്മൾ തന്നെ കുഴിച്ചിടുക. ഒരു പട്ടി ചത്തു, നായ ചത്തു, അതിനെ നമ്മൾ തന്നെ കുഴിച്ചിടുക. ഒരു 10 ദിവസം കഴിഞ്ഞ് മാന്തി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് മണത്തിട്ട് എടുക്കാൻ കഴിയില്ല. ശരിയല്ലേ? പുഴുക്കൾ ഇങ്ങനെ അരിക്കുന്നുണ്ടാവും, പുഴുക്കളിങ്ങനെ അരിക്കുന്നുണ്ടാവും. നമ്മൾ കാർക്കിച്ചു തുപ്പി ഛർദ്ദിച്ചു പോരും. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളിയും, ഇന്ന് രാത്രി നമ്മുടെ ശ്വാസം നിശ്ചലമായാൽ നാട്ടിലേക്കൊക്കെ ഫോൺ പോവും അല്ലേ? നാളെ രാവിലെ നമ്മുടെ ജനാസ സംസ്കരിക്കും. നമ്മുടെ വാപ്പ സജീവമായിട്ട് ഇസ്ലാഹി പ്രബോധന രംഗത്തൊക്കെ ഉള്ള ആളാണെങ്കിൽ കുറേ ആളുകൾ മയ്യിത്ത് നിസ്കരിക്കാൻ വരും. അതല്ല, ഇവിടെ ഒരു പ്രവാസിയായി മാത്രം ജോലിയും കാര്യമൊക്കെ മാത്രം നോക്കി നിൽക്കുന്ന ഒരാളാണെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനും ചാൻസ് ഇല്ലെങ്കിൽ ഒരു 4-5 ആളൊക്കെ ഇങ്ങനെ ജനാസ നിസ്കരിച്ചിട്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? നമ്മളെ മറവ് ചെയ്യും. പിന്നെ ആരംഭിക്കുന്ന ലോകത്ത് എന്താ സംഭവിക്കണമെന്നറിയോ? ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും ഒന്ന് അടിച്ചു പൊളിക്കണം, നമുക്കൊന്ന് ഉഷാറാക്കണം. നമ്മൾ എവിടേക്ക് അടിച്ചു പൊളിക്കണേ? നമ്മൾ എവിടേക്കാണ് അടിച്ചു പൊളിക്കണേ? എന്താണ് അടിച്ചു പൊളിക്കണേ? നമ്മൾ അടിച്ചു പൊളിക്കുന്നത് കുട്ടികളെ നമ്മുടെ ജീവിതമാണ്, നമ്മുടെ സ്വർഗമാണ്. നമ്മുടെ സ്വർഗമാണ് നമ്മൾ അടിച്ചു പൊളിക്കണം. നമുക്ക് സൗകര്യങ്ങൾ കുറേ ഉണ്ട്, ലൈഫിൽ കുറേ സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഡംബ് നമുക്ക് വരുന്നത്. എന്തറിയോ? എനിക്കതൊന്നും വേണ്ട, റിലീജിയസ് ക്ലാസ് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് ഡംബ് എന്തുകൊണ്ടാണ് വരുന്ന അറിയോ? നമുക്ക് നമ്മളെ പാരൻസ് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയും പിന്നെ സെക്കൻഡ് ഷിഫ്റ്റും പിന്നെ ഒരു സൈഡ് ജോലി 3ഉം കൂടി ആക്കിയിട്ട് കഷ്ടപ്പെടുന്നത് വാപ്പ എന്ന് പറയുന്ന ഈ പാവം, ഉമ്മ എന്ന് പറയുന്ന ഈ സാധു, അവർ കാണുന്നൊരു കാഴ്ചയുണ്ട് നമ്മളെ പറ്റി. എൻ്റെ മോനെ പഠിക്കണം, അവന് ഒരു 25 ലക്ഷങ്ങൾ വേണ്ടി വരും മെഡിസിന് ചേർക്കാൻ. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കണോണ്ട് നമ്മളവരൊരു വിഷമം അറിയിക്കണില്ല. വാപ്പയും ഉമ്മയും ഒറ്റയ്ക്ക് റൂമിലല്ലേ ഉറങ്ങൽ? അങ്ങനെയാണ് ഉറങ്ങേണ്ടത് അല്ലേ? നമുക്ക് സൗകര്യം ഉള്ളിടത്തോളം അങ്ങനെ ഉറങ്ങേണ്ടത്. നമ്മൾ ആരെങ്കിലും ഉപ്പാൻ്റെ ഉമ്മാൻ്റെ റൂമിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പറയണം. ഇസ്ലാമികമായ എൻ്റെ മര്യാദ എങ്ങനെയാണെന്ന് അവിടുന്ന് ഒരു ഉസ്താദിൻ്റെ ക്ലാസ്സിൽ കേട്ടോ. അതുകൊണ്ട് ഞാനിനി തനിച്ചാണ് ഉറങ്ങണത് എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ മാറണം. അതാണ് എൻ്റെ ഇസ്ലാമികമായ ശരി. വാപ്പയും ഉമ്മയും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ബെഡില്ലേ, ആ ബെഡിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ചുമരിൽ ചാരിയിരുന്ന് ഉമ്മ അങ്ങനെ കുറേ സങ്കടം പറയുന്നുണ്ട് ഉപ്പാനോട്, ഉപ്പിയും കുറേ പറയുന്നുണ്ട്. അവർ രണ്ടുപേരും പലപ്പോഴും കരയുന്നുണ്ട്. എന്താ ടോപ്പിക്ക്? മകൻ എന്ന നമ്മളാണ്. 2 കാര്യങ്ങളിൽ ഉണ്ടാകും. ഒന്ന് നമ്മളെ കുസൃതി, നമ്മളെ പെരുമാറ്റ ദൂഷ്യങ്ങൾ, നമ്മളെ പറ്റിയുള്ള നെഗറ്റീവ് റിപ്പോർട്ടുകൾ, നമ്മുടെ ഫ്യൂച്ചർ. വാപ്പ രോഗിയായിരിക്കും, ഉമ്മ രോഗിയായിരിക്കും, ഞാൻ മരിച്ചാൽ നീ അവനെങ്ങനെ വളർത്തണം. നമ്മളൊക്കെ പാരൻസാണ്. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ എൻ്റെ ഭാര്യനോട് പറയും, എൻ്റെ മോനെ 3.5 വയസ്സായിട്ടുള്ളൂ, പക്ഷേ ഞാൻ പറയാം അവളോട്, എന്ത്, ഞാൻ മരിച്ചാൽ എൻ്റെ മോനെ നീ ഇങ്ങനെയാണ് വളർത്തേണ്ടത്. പറഞ്ഞതിൻ്റെ ചുരുക്കം, നമ്മുടെ എല്ലാ ആവേശങ്ങൾക്കും അടിപൊളികൾക്കും ഫാഷനുകൾക്കൊക്കെ നമ്മളെ ഡ്രസ് കോഡ് തീരുമാനിക്കുന്നത് മീഡിയയാണ്. നമ്മളെ മുടിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ക്രിക്കറ്റ് താരങ്ങളും ഫുട്ബോൾ താരങ്ങളും എല്ലാമാണ്. അവിടെയൊക്കെ വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? നമുക്കൊരു സ്വയം വ്യക്തിത്വം ഉണ്ടായി നമ്മൾ ആലോചിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവും. കാരണം മരണത്തിനൊരിക്കലും പ്രായമല്ല. മരണത്തിന് പ്രായമുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സുഹൃത്ത് മൻസൂർ അവൻ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു. ഇതേപോലത്തെ ക്ലാസ്സുകളിൽ നിന്ന് നമ്മൾ പരിചയപ്പെട്ട ഒരു കുട്ടിയാണ് മൻസൂർ എന്ന് പറയുന്ന പയ്യൻ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നു. എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ അവനെ കുറിച്ച് പറയാറുണ്ട്. 2 കാരണങ്ങളാണ് അതിന്. ഒന്ന്, മെൻ്റലി ഉള്ള എൻ്റെ അറ്റാച്ച്മെൻറ്റ്, അതുകൊണ്ട് അവന് പ്രാർത്ഥനകൾ കിട്ടണം. 2, നമുക്കതിൽ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. നമുക്ക് എത്ര പറഞ്ഞാലും ഞാൻ ഇങ്ങനെയൊക്കെ ആവുള്ളൂ, ഞാൻ എന്തായാലും FBയിലുള്ള എൻ്റെ മെസ്സേജിൽ, എൻ്റെ ചാറ്റിംഗ് റൂമിലെ എൻ്റെ ചാറ്റിംഗ് ഞാൻ അവസാനിപ്പിക്കൂല. അത് ഇസ്ലാമികമായ സദസ്സ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഞാൻ ചാറ്റ് ചെയ്യും, ഞാൻ ഇടങ്ങണ്ണോട് ഞാൻ തോണ്ടും, ഞാൻ സംസാരിക്കും അല്ലേ. എനിക്കിതിലൊന്നും എൻ്റെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയണില്ല. അങ്ങനത്തെ എന്ത് തലത്തിൽ നിങ്ങൾ കണ്ടോ അങ്ങനത്തെ എല്ലാവർക്കും ഉള്ള മെസ്സേജാണ്. അതായത് ഇന്ന് ഞാൻ അവനെ കാണുന്നു, നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് മലപ്പുറത്ത് അറബിക് സ്റ്റുഡൻസിൻ്റെ. അപ്പോൾ നമ്മൾ കേരളത്തിലൊരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, അറബിക് സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അറബിക് സ്റ്റുഡൻസൊക്കെ ഇങ്ങനെ ഇരിക്കും. അവിടെ അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കലും അവരെ സെർവ് ചെയ്യലും അവർ കഴിച്ചിട്ടതിൻ്റെ വേസ്റ്റ് ക്ലീൻ ചെയ്യലൊക്കെ
മെഡിസിനോ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും, അവരന്ന് വളണ്ടിയേഴ്സ് ആയിരിക്കും. നേരെ തിരിച്ച് അവരുടെ പ്രോഗ്രാമിന് ഇവരായിരിക്കും വളണ്ടിയേഴ്സ്. അങ്ങനത്തെ ഒരു വളരെ കോപ്പറേറ്റ് ചെയ്ത, ഞാനൊരു മെഡിസിൻ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്, പ്രൊഫഷണൽ സ്റ്റുഡൻ്റാണ്, എൻ്റെ വീട്ടിൽ വലിയ സൗകര്യമുണ്ട്, ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള ഒരു കുട്ടി നിൽക്കില്ല. അത് അവർ വളരെ പ്രായോഗികമായി ഇടപെട്ട് അങ്ങനെയാണ് പോവുക. അപ്പം നീ നാളെ വരണം എന്ന് പറഞ്ഞ് പിരിഞ്ഞ അവനെ ഞാൻ പിന്നീട് കാണുന്നത് അവൻ്റെ തല പൊട്ടിത്തകർന്ന് മോർച്ചറിയിൽ കിടക്കുന്ന മൻസൂറിനെയാണ്. വളരെ ചെറിയ മണിക്കൂറിൻ്റെ വ്യത്യാസം. ആ ബോഡി കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചെന്താ അറിയോ, അവന് SLCക്ക് നല്ല മാർക്കുണ്ട്, ഫുൾ A+ ആണ്. ആ A+ന്റെ സർട്ടിഫിക്കറ്റിന് ലോകത്ത് ആർക്കും ഉപകരിക്കും? അവന് ഒന്നാമത്തെ അറ്റംപ്റ്റിൽ എൻട്രൻസ് കിട്ടി, മെഡിസിൻ പഠിച്ചു തുടങ്ങി, MBBS തന്നെ കിട്ടി തുടങ്ങിയ ആളാണ് അവൻ. BDS കിട്ടിയാലും മതിയായിരുന്നു എനിക്ക് എന്ന് ചിന്തിച്ചിരുന്ന ആൾക്ക് MBBS തന്നെ കിട്ടിയിട്ടുണ്ട്. 2ാം വർഷമേ ആയിട്ടുള്ളൂ. ഞാൻ അവനെ പരിചയപ്പെടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ പ്രോഫ്കോൺ എന്നുള്ള പേരിലൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഞാൻ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുക കാരണം ചില കുട്ടികൾക്ക് അത് അറിയുണ്ടാവില്ല, അറിയുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ആലുവയിലെ പുഴയോരത്ത് പ്രോഫ്കോൺ നടക്കേണ്ട ഒരു 350 കുട്ടികളുണ്ട്. വലിയ സദസ്സായിട്ടാണ് അന്ന് എനിക്കൊക്കെ തോന്നിയിരുന്നത്. അന്ന് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അന്ന് ഫ്രൈഡേ ആണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. ഫ്രൈഡേ ഈ പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞ് ഒരു 9 മണിക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാ കുട്ടികളും അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യങ്ങളിലേക്ക് പോയി. അപ്പോൾ ഒരു കുട്ടി സദസ്സിൻ്റെ ഏറ്റവും ബാക്കിലിരുന്ന് അങ്ങനെ കരയുന്നുണ്ട്. അപ്പം എന്തായിരിക്കും അവൻ കരയുന്നത്? അവനെന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളുണ്ടോ, അതല്ല ഇനി വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവനെ പെരിന്തൽമണ്ണുള്ള നമ്മളൊരു ഇക്കുണ്ട്, ജമാൽ ചെറുവാടി എന്ന് പറയുന്ന ചില ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ അറിയും. അദ്ദേഹം ഇവനെ വിളിച്ചു കൊണ്ടുപോയിട്ട് സംസാരിച്ചപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അവന് കഴിഞ്ഞ ഇതേപോലത്തെ ഒരു ക്യാമ്പിന് വന്നപ്പോൾ പാരൻസ് നിർബന്ധിച്ചിട്ട് വന്നാണ്. അവൻ എത്തുന്നത് വരെ പാരൻസ് അവനെ ഫോളോ ചെയ്തു. അവൻ അവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഒരാളെ ഏർപ്പാടുകയും ചെയ്തു. അങ്ങനെ വന്നതാണ് അവനെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. പക്ഷെ അവിടെ വന്നപ്പോൾ അവന് കുറച്ച് മെസ്സേജുകൾ കിട്ടി. അവൻ മനസ്സിലാക്കിയതല്ല ലോകം എന്ന് പറയണത്. അതിൻ്റെ അപ്പുറത്ത് ലോകം ഉണ്ട്, അതിൻ്റെ അപ്പുറത്താണ് കാര്യങ്ങൾ എന്ന് മനസ്സിലായപ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയോ, അടുത്ത പ്രോഫ്കോണിൻ്റെ കാര്യത്തിൽ അവൻ നിയ്യത്താക്കി, എൻ്റെ ഫ്രണ്ട്സിനെ ഒരു ബസ്സിന് ഞാൻ ആളെ കൊണ്ടുവരും. അപ്പോൾ ബസ്സിൻ്റെ പൈസ ഒരു 12,000 റുപ്യോ അല്ലെങ്കിൽ ഒരു 10 മുതൽ 12,000 വരെയുള്ള രൂപ അവനുണ്ടാക്കണം. അത് അവൻ പലരെയും കണ്ടിങ്ങനെ സംസാരിച്ചു വാങ്ങി, മുതിർന്ന ആൾക്കാരൊക്കെ കണ്ട് സംസാരിച്ചു വാങ്ങി, എല്ലാ റൂമിലും കയറി പല കുട്ടികളെയും വിളിച്ചു. അപ്പോൾ അവനിങ്ങനെ ആഗ്രഹിച്ച് പ്രോഫ്കോണിൻ്റെ ശേഷം ഞാൻ അൽഹംദുലില്ലാഹ് തഹജ്ജുദൊക്കെ തുടങ്ങി. 3 മണി കാലാങ്കളൊക്കെ ഇങ്ങനെ അടിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മളെ റൂമിലേക്ക് എല്ലാവരും ഒരു മിനിറ്റ് പോവുക, 3 മണി കാലാങ്കളൊക്കെ ഇങ്ങനെ അടിക്കുന്നു, പാരൻസ് ഒക്കെ ഉറങ്ങുന്നു. അങ്ങനത്തെ ഒരുപാട് വീടുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ ക്ലാസ്സിൽ വന്നിരുന്നപ്പോൾ ഇതിൻ്റെ നെഗറ്റീവും ഇതെന്താ അങ്ങനെ അങ്ങനത്തെ ഒരു നെഗറ്റീവ് മൂഡിലായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. പക്ഷേ പിന്നെ മനസ്സ് അതിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ ഉൾക്കൊണ്ടപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. എനിക്കും പക്ഷേ ഈ വീട്ടിലെ നെറ്റ് കണക്ഷൻ എനിക്ക് ഒഴിവാക്കി തരണം എന്നാവശ്യപ്പെട്ട ആളുകൾ എനിക്കറിയാം, കുട്ടികൾ എനിക്കറിയാം. പാരൻസ് നമ്മളെ വിളിച്ചു പറയണം അവന് നെറ്റ് കണക്ഷൻ ഒഴിവാക്കി തരണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്താ ഇത് അങ്ങനെ? അവന് കുറേ പഠിക്കാനൊക്കെ ഉണ്ടല്ലോ. ക്യാമ്പ് നിങ്ങൾ നെറ്റ് കണക്ഷൻ വേണ്ടെന്ന് പറഞ്ഞിരുന്നോ എന്നാണ്. നെറ്റ് കണക്ഷൻ വേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നെറ്റ് എന്ന നരകത്തിലേക്ക് എത്തിക്കുന്നു അവൻ ആ ക്യാമ്പെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇനി എനിക്ക് ഒരുപാട് പ്രൊജക്റ്റും സെമിനാറൊക്കെ ഞാൻ ചെയ്ത് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം മൻസൂറിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും അവന് ഉപകാരപ്പെടോ? ആർക്കെങ്കിലും ഉപകാരപ്പെടോ? അങ്ങനെ ഞാൻ മരിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് പ്രൊജക്റ്റൊക്കെ കഫേയിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കുറഞ്ഞ സമയം കൊണ്ട് വേണ്ടതൊക്കെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ചെയ്താൽ മതി. എനിക്ക് ഒരിക്കലും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ USB ഉപ്പാനെ തിരിച്ചേൽപ്പിച്ച കുട്ടികളെ എനിക്കറിയാം എന്ന് പറഞ്ഞതുപോലെ അവനിത് ഇഫക്റ്റീവായി തോന്നിയപ്പോൾ അവൻ തഹജ്ജുദ് തുടങ്ങിയപ്പോൾ അവൻ ആഗ്രഹിച്ചു, എൻ്റെ ഹോസ്റ്റലിലെ എല്ലാ റൂമിലും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ റൂമിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വെള്ളടി നിർത്തി ഞാൻ സംസാരിച്ച് അതേപോലെ ഈ മൊത്തം എഞ്ചിനീയറിംഗ് ക്യാമ്പസ് ഒരു അറബിക് കോളേജിൻ്റെ നിലവാരത്തിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ അറബിക് കോളേജിനേക്കാൾ ഉഷാറായ ഒരു അവസ്ഥയ്ക്ക് എത്തിക്കാം, എല്ലാ അടിയും കച്ചറൊക്കെ തീരും. അങ്ങനെയൊക്കെ സ്വപ്നം കണ്ട കൊണ്ടുവരണേ. അവര് അവിടെ എത്തി, അവിടെ ഇറങ്ങി. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, അതിനൊരു 10-20 ആള് എറണാകുളത്തുള്ള ഒരു വാട്ടർ തീം പാർക്കിലേക്ക് പോയി. അവരത് മനസ്സിൽ വെച്ചാണ് വന്നത്. അപ്പം അതിൻ്റെ സങ്കടം കൊണ്ടാണ് അവൻ കരയണത്. അപ്പം അവനെ ആശ്വസിപ്പിച്ച് നമ്മൾ പറഞ്ഞു അവരൊക്കെ അവിടെ തിരിച്ചു കൊണ്ടുവരും.
മോനെ ധൈര്യമായി പോയി ഉറങ്ങുക. നീ അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. 20 ആളിൽ നമുക്ക് കിട്ടില്ല, പക്ഷേ അതിൽ 9 ആളുകൾ നമ്മൾ തിരിച്ചുകൊണ്ടുവന്നു. അവിടെ പോയിട്ട് വളണ്ടിയേഴ്സിനോട്ടിട്ട് പിടിച്ചുകൊണ്ടുവന്നു. ആ 9 ആൾ ഇന്ന് ഇസ്ലാമിക പ്രബോധന രംഗത്ത് വളരെ സജീവമായി വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന കുട്ടികളാണ്. അള്ളാഹു ഈമാൻ നിലനിർത്തട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെയാണ് ഞാനും അവനും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത്. ഇപ്പോൾ അവന്റെ മയ്യത്താണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം എന്ന് പറയുന്നത് അത് നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല. അതിന് അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. നിങ്ങളെ സാധാരണ ഫ്രണ്ട്ഷിപ്പ് അല്ലത്. അത് നിങ്ങളെല്ലാവരും ഇനി MSMന്റെ കുടക്കീഴിൽ ഫ്രണ്ട്സായി മാറുമ്പോൾ അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരും ചെയ്യും. ആ ഫ്രണ്ട്ഷിപ്പ് എന്താണ്? അത് നിങ്ങളിൽ ഭൂമിയിൽ കാണാത്ത ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ലോകത്തിന്നേ വരെ ഈ ഇരിക്കുന്ന കുട്ടികളിൽ ഒരു കുട്ടി ആസ്വദിച്ചിട്ടില്ല, ഉറപ്പാണ്. അള്ളാഹു നമ്മെ അവിടേക്ക് എത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ അവന്റെ ജനാസ നിസ്കരിക്കാൻ 100 കണക്കിന് ആളുകൾ, ഒക്കെ വിദ്യാർത്ഥി പ്രായത്തിലുള്ളവർ, എല്ലാവരും ഒന്ന് കരയാണ്. അവനെ ഒരു തവണ പോലും കണ്ടിട്ടില്ല അവര്, ഒറ്റ തവണ പോലും. അവന്റെ പേര് പോലും കേട്ടിട്ടില്ല. പിന്നെന്താ, അവൻ ഈ കൂട്ടായ്മന്റെ ഉള്ളിലുള്ള ആളാണ്. അവനാണ് മരണപ്പെട്ടത് എന്നുള്ള ദുഃഖമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഫ്രണ്ട്ഷിപ്പിന്റെ ശക്തി എത്രത്തോളം ഉണ്ട്. അപ്പോ ഒരു ബൈക്ക് ആക്സിഡന്റിൽ അവൻ മരിച്ചു. പാരൻസ് ഇവിടെ അല്ല, പാരൻസ് ഹജ്ജിലാണ്, പാരൻസിനെ അറിയിച്ചില്ല. എന്നോ അവർ വിളിക്കുമ്പോൾ മൻസൂർ എവിടെയാന്ന് ചോദിക്കും. മൻസൂർ പുറത്തു പോയതാണെന്ന് പറയും. മൻസൂർ പോയ പുറം ലോകത്തുനിന്ന് ഇനി അവന് തിരിച്ചു വരാൻ പറ്റൂല. അവസാനം എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും മുഖം വിവരണമായത് കണ്ടപ്പോൾ അവൻ്റെ ഉമ്മക്ക് മനസ്സിലായി എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്. അവരവിടെ ഇരുന്ന് കരഞ്ഞു, ആ സ്പോട്ടിൽ ഇരുന്നിട്ട് കരഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അവർ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ വിസിറ്റ് ചെയ്തു. അപ്പോൾ അവരെനിക്കൊരു ലിസ്റ്റ് കാണിച്ചു തന്നു. ഇത് എൻ്റെ മോൻ എന്നോട് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ട സാധനങ്ങളാണ്. ഏറ്റവും ലാസ്റ്റ് ആ കുട്ടി എഴുതിയത് ഒരു ചോക്ലേറ്റ് ആയിരുന്നു. ആ ചോക്ലേറ്റ് കാണിച്ചിട്ട് ആ ഉമ്മ പറഞ്ഞു, ഞാൻ ഈ ചോക്ലേറ്റും കൊണ്ട് ഇവിടെ വന്നപ്പോൾ അത് വാങ്ങാൻ എൻ്റെ മോൻ ഉണ്ടായില്ലല്ലോ. സ്വാഭാവികമായും ഒരു വല്ലാത്ത രംഗാണ്. അവർ ഒരു 35 വയസ്സ് കൂടിയാൽ, അല്ലെങ്കിൽ ഒരു 40 വയസ്സ്. പക്ഷേ ഈ ഒരു 5-6 ദിവസം കൊണ്ട് കരഞ്ഞ് അവരെവിടെ എത്തിയെന്നറിയോ? ഒരു 90 വയസ്സായിട്ടുണ്ടാവും അവർക്ക് കാഴ്ചയിൽ. അത്ര തളർന്നിട്ടുണ്ട്. ആ ബാക്കിയായ ചോക്ലേറ്റ് എന്നോടും നിങ്ങളോടും പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എന്താ അറിയോ? നമ്മൾ പറയണില്ലേ, നമുക്ക് അടിച്ചു പൊളിക്കണം, ഭയങ്കര ഉഷാറാക്കണം, അങ്ങനെ ആക്കണം, എനിക്ക് ഇന്ന ബ്രാൻഡഡ് കമ്പനിൻ്റെ ഷർട്ടേ പറ്റുള്ളൂ, എൻ്റെ വീട്ടിൽ ഇന്ന കാർ ഉണ്ടാകണം, അല്ലേ? അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഇന്ന സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളാണ്. ഒരു സ്റ്റാറ്റസും ആസ്വദിക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. നാളെ തീരും. ഇങ്ങനത്തെ ക്യാമ്പൊന്നും ക്ലാസ്സൊന്നും ഒക്കെ പരിചയപ്പെട്ട ഒരുപാട് കുട്ടികളുടെ ജനാസ നമ്മളൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നും ഏറ്റവും കൂടുതൽ ഇപ്പം മരിക്കണ കുട്ടികളാണ്. പക്ഷേ നമ്മുടെ നെറ്റ്വർക്ക് ഭയങ്കര സ്ട്രോങ് ആണ്. നെറ്റ്വർക്ക് സ്ട്രോങ് ആയതുകൊണ്ട് എന്ത് ചെറിയൊരു ആക്സിഡന്റോ അപകടം എന്തുണ്ടെങ്കിലും അത് ഏറ്റവും മുകളിലുള്ള ആളുകൾ എന്നുള്ളവർക്ക് നമുക്കാണ് അതിൻ്റെ ആദ്യത്തെ ഇൻറ്റിമേഷൻ വരിക. അതുകൊണ്ട് നമ്മൾ അറിയും, അതുകൊണ്ട് പോകും. എത്രയോ സംഭവങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. ഇപ്പോൾ മഞ്ചേരിയിൽ ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. എൻ്റെ സുഹൃത്ത് 9ാം ക്ലാസ് പഠിക്കുന്ന തസ്ലീം എന്ന് പറഞ്ഞ കുട്ടി ഒരു ദിവസം എനിക്കൊരു മെസ്സേജ് കിട്ടി. ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു, താങ്കൾക്കറിയുന്നതിലേറെ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. അതൊരു നമ്മളെ ഒരു ശ്രദ്ധ ക്ഷണിക്കുന്നത് വല്ലാത്തൊരു വാചകമാണ്. അപ്പം രാത്രി ഫ്രീ ആയതിൻ്റെ ശേഷം എനിക്കറിയാത്ത നമ്പറാണ്. അപ്പം ഞാൻ വെറുതെ ഒരു മിസ് കോൾ ഇട്ടു. ഫ്രീ ആണെങ്കിൽ അവൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ സംസാരിക്കുമല്ലോ എന്ന് കരുതി. ഉടനെ വിളിച്ചു. ഞാൻ തസ്ലീമാണ്, നിങ്ങൾക്ക് എന്നെ അറിയില്ല, ഞാൻ മിനിയാന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ പിന്നെ എനിക്കത് ഭയങ്കര ഉപകാരപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഒരു ചര്യ ഉണ്ടല്ലോ, വിശുദ്ധമായ സ്നേഹത്തിൽ. നമ്മൾ സാധാരണ പറയണേ എന്താ പറയുക, നമ്മളെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ലൈംഗികതയുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന സ്നേഹത്തെ പറ്റിയല്ല റസൂലുള്ളാഹി പറഞ്ഞത്.
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, രണ്ട് മുഅ്മിനുകൾ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് അറിയിക്കണമെന്ന്. ആ സുന്നത്ത് ചെയ്തതാണ് ഞാൻ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവൻ്റെ ഉപ്പാൻ്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് അവൻ്റെ ഉപ്പാനെ അറിയാം. അതാണ് ഞാനും അവനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡ്. അടുത്തത് ഒരു ദിവസം രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് വൈകി ഒരു 2 മണിയാകുമ്പോൾ വീട്ടിൽ കയറിയിരിക്കും. അപ്പോൾ ഉണ്ട് ഒരു കോള്, തസ്ലീം ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, അപ്പോൾ മൗലാനയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ഊരിട്ട് അതേ കുപ്പായിട്ടിട്ട് പുറപ്പെട്ട് തൊട്ടടുത്ത് നമ്മളെ ഇസ്ലാം പത്രത്തിൻ്റെ മാനേജറുണ്ട്, അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ വന്ന് മലപ്പുറത്ത് വന്ന് ബസ് കയറി ഒരു ലോറി കിട്ടിയ ലോറിയിൽ കയറി എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, നിങ്ങളാരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് എപ്പോഴും ഫ്രണ്ട്ഷിപ്പാണല്ലോ നമ്മളെ പറ്റിക്കുന്ന ഒരു ഘടകം. ഫ്രണ്ട് പറയുമ്പോൾ ഞാനെങ്ങനെ കേൾക്കാതിരിക്കുക? ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ്. അവരങ്ങനത്തെ ഡയലോഗ് ഇടുന്നവരാണ്, അവർ സിനിമാ കഥ പറയണവരാണ്, അവർ ക്രിക്കറ്റിൻ്റെ കഥ പറഞ്ഞ് സമയം കളയണവരാണ്. അവൻ അങ്ങനത്തെ ഫോണുണ്ട്, അവൻ്റെ വീട്ടിൽ അങ്ങനത്തെ സിസ്റ്റം ഉണ്ട്, അവൻ്റെ നോട്ട്ബുക്ക് ഇങ്ങനെയാണ്. ഇതൊക്കെയാണ് പലപ്പോഴും നമ്മളെ പറ്റിക്കണ ഒരു അജണ്ട. എന്നാൽ നിങ്ങൾക്ക് ഞാൻ വേറെ കുറച്ച് ഫ്രണ്ട്സിനെ കാണിച്ചു തരാം. ഞാൻ ചെന്നപ്പോൾ ആ 3 മണിയാണ് അപ്പോൾ സമയം. ആ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് നിറയെ കുട്ടികളാണ്. അവരറിയുകയില്ല. പക്ഷേ മെസ്സേജ് വഴി അവർക്ക് വിവരം കിട്ടി, ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, നമ്മളെ MSMൻ്റെ ഒരു സജീവ കുട്ടിയാണ്. അപ്പോൾ അവരെല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പോൾ നേരെ ICUയിൽ പോയി. എനിക്കറിയണേ അവിടുത്തെ RMO ഡോക്ടർ അഖിൽ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ അവനെ പോയി കണ്ടു. തല പൊട്ടിത്തകർന്ന് കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, വെന്റിലേറ്റർ അയച്ചാൽ അവസാനിക്കും. അവൻ്റെ ഉപ്പ അവിടുന്ന് കയറും എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വെന്റിലേറ്റർ എടുക്കാത്തത്. പക്ഷെ എൻ്റെ മനസ്സ് പറഞ്ഞു അവൻ തിരിച്ചു വരും. കാരണം കുറേ ആളുകൾ ഈ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് കാത്തു നിൽക്കുന്നുണ്ട് അവനെ. അതിൻ്റെ അപ്പുറത്ത് 2 റകഅത്ത് നിസ്കരിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചെറിയൊരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്താ അറിയോ? സുജൂദിൽ കിടന്ന് ഇങ്ങനെ കരയാണ് നിങ്ങളെപ്പോലത്തെ കുട്ടികൾ. അവർക്ക് ചിലപ്പോൾ നിസ്കാരത്തിലെ ഫുള്ള് പ്രാർത്ഥനയുടെ അർത്ഥം പോലും അറിയണ്ടാവില്ല, അത്രയ്ക്കേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അവൻ്റെ അനിയനല്ല, അവൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരുമല്ല, ഏതോ ഒരു കുട്ടിക്ക് വേണ്ടി, ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു കുട്ടിക്ക് വേണ്ടി രാത്രി ബൈക്കും വണ്ടിയൊക്കെ എടുത്ത് മലപ്പുറം ജില്ലേൻ്റെ വ്യത്യസ്ത ഏരിയയിൽ നിന്ന് വന്നതാണ്. 3ാമത്തെ ദിവസം ആണ് വെന്റിലേറ്റർ അയക്കുന്നത്. മരിക്കണത് വരെ, ലാസ്റ്റ് നിമിഷം വരെ ആ കുട്ടി പട്ടാളം ആ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്ത് കാത്തു നിന്നു. അപ്പോഴും എൻ്റെ മനസ്സ് നമ്മുടെ മനസ്സ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അടിച്ചു പൊളിക്കണം, ഒന്ന് ഉഷാറാക്കണം, ഒന്ന് ശരിയാക്കണം, ഒന്ന് അങ്ങനെയാക്കണം. വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞ ഈ പാരൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങളെ പാരൻസ്, ഇവിടെ ചിലർ പറഞ്ഞു എൻ്റെ മോൻ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ ഒരു ഏരിയക്ക് പോകണില്ല. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കരുന്നു. എന്നാലും ഞാൻ ചോദിക്കട്ടെ, പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഇടപെടാത്തവർ ഈ ഏജിൽ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. വ്യക്തി ജീവിതത്തിൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാവുന്ന നിലക്കുള്ള തിന്മകളിൽ ഇടപെടാത്തവർ കുറവായിരിക്കും. നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ മനസ്സിൽ കാണാത്തവർ വളരെ കുറവായിരിക്കും. ഞാൻ പറയണത് ചെറിയൊരു ചിരി കൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തള്ളാം. പക്ഷേ ഹൃദയത്തിലുള്ളത് പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമി അന്ന് വാർത്ത വായിക്കും, എല്ലാ വിവരവും പറയും ഭൂമിയാണ്. അവൻ ഇന്നടുത്ത് വന്ന് ഇന്നത് ചെയ്തിരുന്നു. യൗമഇദിൻ യസ്തുറുൻ നാസു യറഅമാലഹും ഫമയഅമൽ. അപ്പൊ ആ ഒരു ദിവസം ഫമയഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ട്. ആ ദിവസത്തെ മനസ്സിൽ കാണുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ 2 കുട്ടികൾ ഭയങ്കര അനുഭവമാണ്. എല്ലാവരും അവരെ കൊണ്ടുപോയി അവിടെ നിന്ന് ഒരാളും അങ്ങനെ കരഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പാരൻസ് പെട്ട എന്നെ എടുത്തു വളർത്തിയ
ആളുകൾ മരിച്ചിട്ടുണ്ട്. അവരെ ജനാസ മറവ് ചെയ്യുമ്പോൾ പോലും അങ്ങനത്തെ ഒരു വൈകാരികത കിട്ടിയിട്ടില്ല. കാരണം എന്താ അറിയോ? കാരണം ചളിയിൽ നിന്ന് എണീറ്റ് വന്നവർ, അവര് സ്വഹാബികളുടെ ജീവിതം നയിക്കണം. പിന്നെ നിങ്ങളെ പോലത്തെ കുട്ടികൾ എല്ലാ ചളിയും ചപ്പും ചവറും പാരൻസിനോട് തട്ടിക്കയറലും സൂയിസൈഡ് അറ്റംപ്റ്റുകളും ഒക്കെ ഉള്ള കുട്ടികൾ അവരിങ്ങനത്തെ ക്ലാസ്സിൽ ഇഖ്റയിലും സിയാറയിലും ഒക്കെ പോയിരുന്ന് അവിടുന്ന് കിട്ടുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് പറിച്ച് നട്ട് പൊളിച്ച് മാറ്റി മരിക്കാൻ വേണ്ടിയാണ് അവൻ ഒരുങ്ങിയതെന്ന് ചിലപ്പോൾ തോന്നും. മരിക്കാൻ വേണ്ടിയാണോ ഇവൻ ഇത്ര പെട്ടെന്ന് മാറിയതെന്ന് ചിലപ്പോൾ തോന്നും. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ന മനുഷ്യൻ എന്ന ഈ ജീവവർഗം അത് ഏറ്റവും നിസ്സാരമാണ്. നമുക്കിതിൽ ഒന്നുമില്ല, ഒരു റോളുമില്ല. മാരകമായ രോഗങ്ങളുണ്ട്. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യാണ്, എനിക്ക് അങ്ങനെ ആക്കണം, എനിക്ക് ഇങ്ങനെ ആക്കണം എന്നൊക്കെ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ്, മാരകമായ രോഗങ്ങളുണ്ട്. ആ രോഗം ശരീരത്തിൽ അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട ദിവസത്തുമ്പോൾ ആക്ടിവേറ്റഡ് ആവും, ഉറപ്പാണ്. ഞാൻ ഇന്നലെ എവിടെയാണ് സംസാരിച്ച സ്പോട്ട് എനിക്കിപ്പോഴും അങ്ങനെ ഞാൻ ഇവിടുത്തെ ഒരു ജോഗ്രഫിക്കൽ സോണിലേക്ക് എത്തിയിട്ടില്ല, ടൈം സോണിലേക്കും പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. പെൺകുട്ടികളുടെ സദസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ഉപ്പാക്ക് രോഗം ഉണ്ടായി, ക്യാൻസർ ഉണ്ടായി. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരു 8-9 മാസം മിംസ് ഹോസ്പിറ്റലിൽ തുടർച്ചയായി നിൽക്കേണ്ടി വന്നിരുന്നു. ആ മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ ക്ലിനിക്കിൻ്റെ പുറത്തുള്ള വെയിറ്റിംഗ് ലോഞ്ചിൽ നിന്നും അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും അവിടുത്തെ കീമോ പ്രൊസീഡിങ്സ് നടക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ കുറേ ആയത്തീസ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, കുറേ ആയത്തീസൊക്കെ. അതുകൊണ്ട് എൻ്റെ ഉപ്പൻ്റെ അസുഖം മാറി, അൽഹംദുലില്ലാ. അസുഖം ഖൈറായിരുന്നു എന്ന് ഞാൻ എൻ്റെ കുടുംബം ഇപ്പോൾ വിലയിരുത്തുന്നു. അള്ളാഹു ഇനി പരീക്ഷിക്കാതിരിക്കട്ടെ. അവിടെ വെയിറ്റിംഗ് ലോഞ്ചിൽ ഞാൻ കണ്ടൊരു കാഴ്ച ഉണ്ട്. അതെന്താ അറിയോ? ഒരു ഉപ്പയും ഒരു മോളും ഉമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവർ ഡോക്ടറൊക്കെ കണ്ടിട്ടാണ് ഇരിക്കണത്. അപ്പം ഈ വാപ്പ ഇങ്ങനെ വിയർത്തിട്ട് മുപ്പരിങ്ങനെ മിന്നുന്നുണ്ട്. ഈ മോളിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അത് സാരല്ല ഉപ്പ, അത് സാരല്ല, ഇക്കാക്ക മറ്റന്നാൾ വരുമല്ലോ, എന്നിട്ട് വാങ്ങാം, ഉപ്പച്ചി വിഷമിക്കണ്ട. ആർക്കാ പറയാൻ പറ്റുക എന്താണത്? മെഡിസിനാണ്. രോഗം അവൾക്കാണ്. ഇത് ഓങ്കോളജി വാർഡാണ്. ഇവിടെ രോഗം എന്താന്ന് ചോദിക്കണ്ട, വേണോ? ഇവിടെ വന്നവർക്ക് ഇത് ഉണ്ടാവുള്ളൂ. 2 ചോദ്യമുള്ളൂ. എവിടെയാണ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഏത് പാർട്ടിലാണ്? ഈസോഫാഗസിലാണോ, OG ജംഗ്ഷനിലാണോ, അതല്ല ബോണിലാണോ, എവിടെയാണ്? പിന്നെ അതല്ലെങ്കിൽ കൂടെ വന്നതാണോ? 2-ലൊരു ചോദ്യമുള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാ ആ വിഷയത്തിൽ ഒരു ചെറിയ നിലയ്ക്ക് ഇടപെടാൻ പറ്റി, ആ പ്രശ്നം പരിഹരിക്കാനും പറ്റി. പിന്നെ എല്ലാ മണ്ടയും ഞങ്ങൾ തമ്മിൽ കാണും. അതല്ല തീരുമാനിച്ചാണ്. ഞാൻ വരണം, എൻ്റെ രക്ഷിതാവിനെയും കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മോളെയും കൊണ്ട് വരണം. അപ്പോൾ മക്കളെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 മക്കളാണ്, ഒരു മോനും ഒരു മോളും. അപ്പോൾ മോളെ വിഷയം പറഞ്ഞിട്ട് അദ്ദേഹം പേഴ്സണൽ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ ചെറിയ പ്രായമുള്ള മോളാണ് നിങ്ങളുടെ മോള്, ഞാനൊക്കെ ചെറുപ്പക്കാരനല്ലേ, ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ അവൾ അത്ര സുന്ദരിയാണ്. ഞങ്ങളോട് വളരെ ഓപ്പണായി പറയുകയാണെങ്കിൽ അത്ര സുന്ദരിയാണ് അവൾ. ഒരു മഫ്തയുടെ മറവിൽ ചിരിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയണതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ ഇവളെ നമുക്ക് കല്യാണം കഴിക്കണം, ഞാൻ നല്ലൊരാളെ ഞാൻ അന്വേഷിക്കും ഇൻഷാ അല്ലാഹ്. അദ്ദേഹത്തിന് ഒരു ബലം കിട്ടൽ മാത്രമേ ഞാൻ അതുകൊണ്ട് വിചാരിച്ചിട്ടുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ കമൻ്റ് എന്താ അറിയോ? ഇല്ല മോനെ, അവളാരും കല്യാണം കഴിക്കൂല. അവളെ കല്യാണം കഴിക്കാത്തതിൻ്റെ കാരണം എന്താ അറിയോ? അയാൾ ചൂണ്ട അവിടെ അതേ ഇരിക്കണം. അവള് പുരികൊക്കെ പോയി തലയിലെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു വീണ് ഇങ്ങനെ വളഞ്ഞു കുത്തിയ ഒരു 17-18 വയസ്സുള്ള അവൾക്ക് ഒരു 30-ൻ്റെ പ്രായം തോന്നിപ്പിക്കും. അവൾക്ക് ക്യാൻസറാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാണ്, നമ്മൾ വിചാരിക്കണ അത്ര ദൂരം ജീവിതത്തിനില്ല. വലാഖിറത്തു ഖൈറും വഅബ്ഖാ എന്ന് ഖുർആൻ പറഞ്ഞത് വെറുതെ അല്ല. പരലോകത്തിൽ ഒക്കെ ഉണ്ട്, എല്ലാ ആസ്വാദനവുമുണ്ട്. അവിടെ ഇന്റർകോഴ്സസിന് ഒരു ലിമിറ്റേഷനുമില്ല, അവിടെ ആസ്വാദനങ്ങൾക്ക് ഒരു ലിമിറ്റേഷനുമില്ല. അങ്ങനത്തെ ഒരു ലോകം ഉണ്ടോ? ഉണ്ട്. ഇല്ലാന്ന് ചിലപ്പോൾ നമ്മൾ മനസ്സ് പറയുന്നുണ്ട്. ഒരു 9 മാസം ഗർഭിണിയായ സ്ത്രീയുടെ വയറ്റിലേക്ക് ഒരാൾ കയറി ചെന്നാൽ
വിചാരിക്കാം, ഒരാൾ ഇങ്ങനെ കയറിച്ചു വന്നു. അപ്പോൾ ഒരു കുട്ടി അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ആ കുട്ടീനോട് പറയണം, മോനെ ഭൂമി എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട്, അവിടെ മനുഷ്യന്മാരുണ്ട്, അവിടെ നിനക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അവിടെ പുഴയുണ്ട്, കടലുണ്ട്, കാടുണ്ട്, കാട്ടാനയുണ്ട്, കാട്ടാറുണ്ട്, അങ്ങനെ 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 പലതും ഉണ്ട്. അവിടെ നീ എത്തുമ്പോൾ നിന്നെ സ്നേഹിക്കാൻ ആളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി ഒന്നുകൂടി ചുരുണ്ടുകൂടി കടന്നിട്ട് പറയാണെന്ന് വിചാരിക്കാം നമ്മൾ. എന്ത്? അങ്ങനെയൊന്നുമില്ല, എൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അപ്പുറത്ത് വേറൊരു ലോകവുമില്ല എന്നൊരു കുട്ടി പറയുന്നുവെങ്കിൽ ആ കുട്ടി കുറച്ച് ദിവസം കഴിയുമ്പോൾ ജനിച്ചു വീഴും, ആർത്ത് വിളിച്ച് ജനിച്ചു വീഴും. ഇതേപോലെയാണ് മനുഷ്യൻ്റെയും കാര്യം. നമ്മളെ ഖബറിന്ന് നമ്മളെ പഠിച്ചോൻ പുനർജനിപ്പിക്കും. കണ്ടാൽ അറക്കുന്നൊരു വസ്തുവിനാണ് നമ്മൾ ഉണ്ടായത്. എത്ര വ്യവസ്ഥാപിതമായ മനുഷ്യൻ്റെ ശരീരം, 1,00,000 തവണ മിടിക്കുന്ന ഹൃദയം, കണ്ണിൻ്റെ സംവിധാനം, തലച്ചോറിൻ്റെ സംവിധാനം, തലച്ചോറിലെ ഞരമ്പുകൾ മാത്രം ചേർത്ത് വെച്ചാൽ 650 കിലോമീറ്റർ ഉണ്ടാകുന്ന ന്യൂറോ സയൻസ് പഠിച്ച ആളുകൾ പറയുന്നു. 650 കിലോമീറ്റർ ഉണ്ടാകും. അത് മനുഷ്യൻ്റെ തലയിലെ സൂക്ഷ്മമായ രക്തക്കുഴലുകൾ ചേർത്ത് വെച്ചാൽ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് ടു ചെന്നൈ ഉള്ള ദൂരം. അത്ര അത്ഭുതകരമായ മനുഷ്യ ശരീരം പഠിച്ച റബ്ബ് നമ്മളെ വെറുതെ വിടും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അള്ളാഹുവിൻ്റെ ചോദ്യം വളരെ ശക്തമായ ചോദ്യം ഉണ്ടാകും. അതുകൊണ്ട് എനിക്കെൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ ആരാണ് എന്നത് പഠിച്ചോൻ വിലയിരുത്തുന്നത് നമ്മളെ ഡ്രസ് കോഡ് നോക്കിയിട്ടോ ബാക്കി കാര്യങ്ങൾ നമ്മളെ ഹൃദയം നോക്കിയിട്ടാണ്. നമ്മൾക്കറിയാം നമ്മൾ ആരാണ്. ഞാനിപ്പോൾ എങ്ങനെ മരിച്ചാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും, അല്ലേ? ഞാൻ ചെയ്യുന്ന തെറ്റുകൾ എന്താണ്? പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധത്തെ സംബന്ധിച്ച് കൈകാര്യം ചെയ്ത ഹദീസുകളിലുള്ളത് 2 പേരും കൊല ചെയ്യപ്പെടേണ്ടതാണെന്നാണ്. 2 പേരും കൊല ചെയ്യപ്പെടേണ്ടതാണ്. അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ തീ കൊണ്ടുള്ള ശിക്ഷ ഇല്ലാഞ്ഞിട്ട് പോലും ഇതിൻ്റെ തീവ്രത ബോധ്യപ്പെടുത്താൻ വേണ്ടി ചുട്ടുകൊന്നു എന്ന് ഹദീസിൽ കാണാം. ചുട്ടുകൊന്നു എന്ന് ചരിത്ര സംഭവങ്ങളിൽ കാണാം. ഡെഡ് സീ ഒരിക്കലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, ഒരു സമൂഹത്തിന്റെ ധിക്കാരത്തിന്റെ നേരെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ അയച്ച ശിക്ഷയുടെ പ്രതീകമാണ്. ചൂടുവെച്ച ഇഷ്ടിക കഷ്ണങ്ങൾ അവരെ തലച്ചോറിലേക്ക് വീണു, വയറ്റിലേക്ക് ഇറങ്ങി, കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തി. ഒരു പ്രഭാതത്തിൽ ജിബ്രീൽ വന്നിട്ട് ഉമ്മ അപ്പം മറിച്ചിരുന്ന ലാഘവത്തോടു കൂടെ ഒരു ജനതയെ മണ്ണിന്റെ അടിയിലേക്ക് താഴ്ത്തിയിട്ടു. അത്ര വലിയ തെറ്റാണ്. സംഗീതം ആസ്വദിക്കുന്നവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സംഗീതം ആസ്വദിക്കുന്നവൻ ചിലപ്പോൾ അവൻ പന്നിയും കുരങ്ങനുമൊക്കെയായി മാറും. റസൂലുള്ളാഹിന്റെ പ്രവചനാണ് ചന്ദ്രൻ പിളരുന്നത്. ചന്ദ്രനോട് എങ്ങനെയായിട്ട് മാറാൻ പറഞ്ഞു റസൂലുള്ളാഹ്. 2 ഹിറാമലിന്റെ ആ ഭാഗത്തൊരു കഷ്ണവും ഈ ഭാഗത്ത് വേറൊരു കഷ്ണവും. ഷാമിൽ ഒരു തീ പ്രത്യക്ഷപ്പെടും. ആ തീ പ്രത്യക്ഷപ്പെട്ടു. ബുസറയിലെ ഒട്ടകത്തിന്റെ മുഖത്ത് അതിന്റെ കണലുകൾ വന്ന് പതിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തന്നെ കണ്ടു. ആ പറഞ്ഞ റസൂല പറഞ്ഞതാണ്, ബെഡിൽ ഉറങ്ങുന്ന നമ്മൾ അള്ളാഹിനെ വെല്ലുവിളിച്ച്, റസൂലിനെ വെല്ലുവിളിച്ച് ഈ സംഗീതത്തിന്റെ ലോകത്ത്, റോക്ക് മ്യൂസിക്കുകളുടെ ലോകത്ത് അങ്ങനെ ആടി മുഴുകാണ്. അല്ലെ, നമ്മളില്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് അങ്ങനെയാണ്, അതിലൊരു ആനന്ദം കണ്ടെത്തുകയാണ്. അല്ലേ, ഈ ആനന്ദം കണ്ടെത്തി കിടക്കുമ്പോൾ രാവിലെ പുതപ്പിന്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മളെല്ലാം ഉണ്ടാകുക. ഹദീസ് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ തമാശ തോന്നാം, പക്ഷെ ഇത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, അനുഭവിക്കേണ്ടി വരും സുഹൃത്തുക്കളെ. അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താ അറിയോ, അഭിമാനം എന്ന് പറയുന്നത് ഒരു പളുങ്കുപാത്രമാണ്. അത് താഴെ വീണ് പൊട്ടിപ്പോയാൽ പിന്നെ നന്നാക്കാൻ പറ്റൂല. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത റൂട്ടിലേക്ക് കാര്യങ്ങൾ പോവുക. ഒരു കല്ല് നമ്മൾ എടുത്തിട്ട് ഒരു മാവ് കണ്ടപ്പോൾ ആ മാവിലെ മാങ്ങയ്ക്ക് നമ്മൾ ആ കല്ലുകൊണ്ട് എറിഞ്ഞു. കല്ല് നേരെ പോയിട്ട് ആ വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു ചെറിയ മോന്റെ, ഒരു 3 വയസ്സായ മോന്റെ തലയിൽ പോയി വീണു. രക്തം വാർന്ന അവനെയും കൊണ്ട് കൈകളിൽ താങ്ങിയെടുത്ത് എൻ്റെ മോനെ എന്ന് വിളിച്ച് ഒരു ഉമ്മ റിക്ഷ കയറി പോണത് നമ്മൾ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആംബുലൻസ് തിരിച്ചു വരുന്നത് കണ്ടു. ഇപ്പോൾ ആരാണ് കൊലയാളി? ആ കുട്ടിനെ എറിഞ്ഞു കൊല്ലാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മളെന്താ പ്ലാൻ ചെയ്തിട്ടുള്ളൂ? ആ മാങ്ങ കിട്ടണം എന്ന് പറയണ പോലെയാണ്. നല്ല ഭംഗിയുള്ളൊരു കുട്ടിനെ കാണുമ്പോൾ നമ്മളെ മനസ്സിൽ നമുക്കൊരു താല്പര്യം, അത് വെറുതെ ഉണ്ടായതല്ല. ആരെങ്കിലും അള്ളാഹിനെ സംബന്ധിച്ച് ഓർമ്മകളിൽ നിന്ന് മാറിക്കളഞ്ഞാൽ ശൈത്താനെയാണ് പിന്നെ അവിടെ ഗൈഡായി കിട്ടുക. ആ കുട്ടി ഇവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ശൈത്താനെ നമ്മളോട് പറയണേ, നല്ല കുട്ടിയാണ്, ഒന്ന് നോക്കണ നല്ലതാണ്. നമ്മളറിയാതെ അങ്ങനെ നോക്കി, അവളൊന്നും അറിയാതെ നോക്കി. അടുത്ത ദിവസം അതേ പാസേജിലൂടെ 2 ആളും വരുന്നത്
ഇന്നലെ വന്നത് അവിടെ ലാബിൽ പോകാൻ വേറെന്തോ ആവശ്യത്തിനാണ്. ഇന്ന് വന്നത് കാണലാണ് അല്ലേ? എനിക്കറിയാം, മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്ത് ഒരു കുട്ടീനെ എന്നോ എന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു റിക്ഷ ഡ്രൈവർ. ഒരു ദിവസം അവനിങ്ങനെ തോന്നി, ഇവൾ നല്ലൊരു കുട്ടിയാണല്ലോ. അടുത്തൊരു ദിവസം അവൻ അവളെ സ്പർശിച്ചു. അവൾക്കൊന്നും തോന്നിയില്ല. 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എന്ത്. അടുത്തൊരു ദിവസം അവൻ അവളെ കയറി പിടിച്ചു. അവൾ ബഹളം വെച്ചു. അവളെ വായ പൊത്തിപ്പിടിച്ചു. അവളങ്ങനെ കുഴഞ്ഞു വീണു. അവന് മനസ്സിലായി അവൾ മരിച്ചു എന്ന്. അവളെ ഒരു ഭാഗത്ത് ഒഴിവാക്കിയിട്ടു. ആളുകളിങ്ങനെ അവളെ കാണാനില്ല, അന്വേഷിച്ച് നടക്കുകയാണ്. അന്വേഷണത്തിൽ അവനുണ്ട്. അവസാനം കുറ്റബോധം സഹിക്കവയ്യാതെ അവൻ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്തുണ്ട്, ഞാൻ കൊന്നിട്ടതാണ് സർ, ഞാൻ വിചാരിച്ചതല്ല. അപ്പം മാങ്ങക്കാണ് എറിഞ്ഞത്, മരണമാണ് സംഭവിച്ചത്. നിങ്ങളെ പ്ലാനിങ്ങിലുള്ള പോലെ അല്ല സംഭവിക്കുക. അതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഇത് ശൈത്താനാണ്, നമ്മൾ മനസ്സിലാക്കണം. ഒരാളെ നശിപ്പിക്കാൻ പറ്റിയ ഏറ്റവും ശക്തമായ ആയുധമാണ്. അതിലൂടെ തകർന്നത് ആരൊക്കെയാണ്? നിങ്ങൾ മാത്രമൊന്നുമല്ല, നമ്മളെ ഫാമിലി, നമ്മളെ പാരൻസ്, എല്ലാവരും മൊത്തം. അതുകൊണ്ട് ഇങ്ങനത്തെ സംവിധാനങ്ങൾ നമ്മളെടുത്തുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പിന്മാറണം. അതിൽ നിന്ന് പിന്മാറാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിന് നമ്മൾ മറ്റ് എൻഗേജ്മെന്റ്സ് കൊടുക്കണം. എളുപ്പമാണ്. ഒന്ന് കണ്ണ് താത്തണം. കണ്ണാണ് ഇതിൻ്റെയൊക്കെ പ്രേരക ശക്തി. കണ്ണ് നമ്മൾ താഴ്ത്തണം. മനസ്സിനെ നിയന്ത്രിക്കണം. കണ്ണ് താഴ്ത്തിയാൽ മനസ്സ് സ്വാഭാവികമായി നിയന്ത്രിക്കപ്പെടും. ബന്ധപ്പെട്ട കക്ഷിയുടെ നമ്മൾ പറയണം. ഞാനൊരു മോറൽ സ്കൂളിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച് എൻ്റെ ശേഷം ഒരു മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്, അവളാണെങ്കിൽ ഞാൻ പിന്മാറിയാൽ സൂയിസൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്, ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അവൻ പ്രണയം തുടങ്ങിയപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാനിങ് അവളെങ്ങനെ പറയുന്നവൻ വിചാരിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, മോനെ, അവൾ സൂയിസൈഡ് ചെയ്യും, അവസാനം പോലീസ് വരും, കാരണക്കാരൻ നീയാണ്, നിന്നെ കൊണ്ടുപോകും, നിന്നെ അറസ്റ്റ് ചെയ്യും. എന്നാലും ഇസ്ലാമികമായി ഇതിനൊരു വകുപ്പില്ല. നീ നന്നായി പ്രാർത്ഥിക്കുക, അവളെടുത്ത് സംസാരിക്കാൻ ആരെങ്കിലും ഏൽപ്പിക്കുക, എന്നിട്ട് പെട്ടെന്ന് രക്ഷപ്പെടുക. അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തിന്മകൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ചെറിയ തിന്മകളാണ് ഇങ്ങനെ ഉണ്ടായി വന്ന് അവസാനം നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ പ്രകൃതങ്ങളെ, സ്വഭാവങ്ങളെ ഒക്കെ നശിപ്പിച്ച് മരണത്തിന്റെ മലക്ക് നമ്മളെടുത്ത് വരുമ്പോ, വിശുദ്ധിയുള്ള ആത്മാവേ വരൂ, ഞാൻ നിന്നെയുമായി സ്വർഗത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞവരിൽ പെടാൻ പറ്റൂല. അതാ നഷ്ടം. കോഴ്സ് മുടങ്ങണമല്ല, അഭിമാനം തകരുന്നതുമല്ല. മലക്കുൽ മൗത്ത് വരും, നമ്മളെ തലക്കുമ്പുറത്തിരിക്കും. അത് പിന്നെ ടാങ്കർ ലോറിന്റെ അടിയിലാണെങ്കിലും, മുങ്ങുന്ന കപ്പലിലാണെങ്കിലും, പറക്കുന്ന ഫ്ലൈറ്റിലാണെങ്കിലും, മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾക്ക് മധ്യത്തിലാണെങ്കിലും, എവിടെയാണെങ്കിലും മലക്കുൽ മൗത്ത് വരും. എന്നിട്ട് വിശുദ്ധിയുള്ള ആത്മാവി വരൂ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് യാത്ര ആരംഭിക്കൂ എന്ന വാചകം കൊണ്ട് സുഹൃത്തുക്കളെ ആരംഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നരകവും പിന്നെ സ്വർഗവും, പിന്നെ നമുക്ക് സ്വർഗമല്ല, പിന്നെ നമുക്ക് നരകമാണ്. നരകവും സ്വർഗമൊക്കെ എങ്ങോ 1000 വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമല്ല. ഇന്ന് നമ്മൾ മരിച്ചാൽ, നമ്മളെ ഖബറിൽ നമ്മളെ ചെരിച്ചു കിടത്തിയാൽ, ചെരിച്ച് കടക്കുന്ന കിടത്തത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗത്തിൽ അവന്റെ ഇരിപ്പിടം അവന് കാണിച്ചു കൊടുക്കും, അവിശ്വാസിയാണെങ്കിൽ നരകത്തിൽ അവന്റെ ഇരിപ്പിടം അവന് കാണിച്ചു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് മാറാനും മാറി ചിന്തിക്കാനും ഒരുപാട് ആയത്തൊന്നും ആവശ്യമില്ല. എനിക്കറിയണ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാ നിലക്കും ഇപ്പോൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ. അയാൾ നമ്മളൊരു ക്യാമ്പിന് വന്നത്, പിന്നെ അയാളെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നത് തൊട്ടടുത്ത ഒരു പാർക്കിൽ പോയിരുന്ന് വെള്ളമടിക്കാനാണ്. നല്ല AC ബസ്സിൽ കാലിക്കറ്റ് വരെ യാത്ര ചെയ്തിട്ട് അപ്പുറത്ത് എന്താ പറയുക ബീച്ചിൽ പോയിരുന്ന് വെള്ളമടിക്കാന്നുള്ള ആൾക്കാണ്. അവൻ്റെ ബാഗിൽ ബോട്ടിലുണ്ട്. വെറുതെ ഒന്നിങ്ങനെ കാരാന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ വന്നിരുന്നപ്പോൾ പറഞ്ഞതൊക്കെ അയാളെ കുറിച്ചാണ്. ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ അയാളെ കുറിച്ചാണ്. അപ്പോൾ അയാൾ അവിടെ പോയിരുന്നു. അപ്പോൾ അങ്ങനെ റോട്ടിലുള്ള 2 ഫ്രണ്ട്സ് ഇങ്ങനെ മിസ് കോൾ അടിക്കണം. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായി പ്രശ്നമാണ് എന്ന്. അല്ലേ? പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ശൈത്താൻ എനിങ്ങനെ ന്യായങ്ങൾ പറഞ്ഞു തരും. ഒരു വട്ടല്ലേ? മാത്രമല്ല, എൻ്റെ മറ്റേ ഫ്രണ്ട്സ് നിസ്കരിക്കലോടെ ഇല്ല, ഞാൻ നിസ്കരിക്കലൊക്കെ ഉണ്ടല്ലോ, ഖുർആൻ ഓതുന്നുണ്ട്, പിന്നെ എൻ്റെ ഉമ്മച്ചി പ്രാർത്ഥിക്കുമല്ലോ, അല്ലേ? ഇങ്ങനെ പല ന്യായം പറഞ്ഞു തരും. ആ ന്യായങ്ങളൊന്നും അവിടെ ഏശിയില്ല. കാരണം നല്ല മനോഹരമായി സദസ്സിൽ അവൻ്റെ അപ്പുറത്തിരിക്കണവൻ കരയുന്നുണ്ട്, ഇപ്പുറത്തിരിക്കുന്നവൻ കരയുന്നുണ്ട്, അവന് ഏങ്ങലടിക്കുന്നുണ്ട്. ഒക്കെ അവനെ പറ്റിയാണ് പറയണതൊക്കെ, അവനെ പറ്റിയാണ്. അവനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ്, അവൻ്റെ ജീവിതം നശിപ്പിക്കുന്നതിനെ പറ്റിയാണ്. ഒക്കെ ഒരു ഹരമായി തുടങ്ങുകയാണ് നിങ്ങൾ, പിന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ഒരു ഹരമായി തുടങ്ങിയതാണ്,
ഫുട്പാത്തിൽ വെള്ളമടിച്ച് കിടക്കുന്ന ആള് അവസാനം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അനിയന്ത്രിതമായ മാനസികാവസ്ഥയിൽ പലരെയും കുത്തിക്കൊന്ന ആള്, അവസാനം ഒരു മുളം കയറിൽ ജീവിതം അവസാനിപ്പിച്ച ആള്, അയാൾ തുടങ്ങിയ അന്ന് ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല. അതുകൊണ്ട് ഇത് നിങ്ങൾക്കുള്ള അവസാനത്തെ ചാൻസ് ആണ്. ഈ ജംഗ്ഷനിൽ ഏത് റൂട്ടിലേക്ക് പോകണമെന്ന വഴി കാണിക്കലാണ് എന്ന ഉറക്കെയുള്ള വാചകങ്ങൾ കേട്ടപ്പോ അവൻ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ബോട്ടിൽ ചവിട്ടി പൊട്ടിച്ചിട്ട് അവനവിടെ വന്നിരുന്നു. അവന്റെ വാക്കിൽ പറഞ്ഞാൽ, വളരെ പേഴ്സണലുള്ള സംസാരത്തിൽ, അങ്ങനത്തെ ഒരു സംസാരത്തിന്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംവിധാനത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ദാവാരംഗത്ത് വർക്കുകൾ നടക്കാതെ ആയപ്പോ അവന്റെ ഒരു ഫീലിംഗ് അവൻ പറയണേ, ഇതൊക്കെ മുടങ്ങിയാല് ഞാൻ ഇങ്ങനെയാണ് ആയത്, എന്നെ പോലെ ആകേണ്ട കുറെ ആളുകളുണ്ട്, അവരാവൂല, അതുകൊണ്ട് നിങ്ങൾ തുറന്ന് സംസാരിക്കണം, നിങ്ങൾ നേതാക്കന്മാരോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് വയലന്റ് ആകുമ്പോൾ അറിയാതെ വരുന്ന വാക്കുകളാണ് ഇതൊക്കെ കുട്ടികളുടെ അടുത്തുനിന്ന്. അപ്പോ അവൻ പറഞ്ഞെന്തോ, ഞാൻ ആകെ ഒരു ഡ്രസ്സ് ഇട്ടാ വന്ന്, അന്ന് തന്നെ പോകാൻ വന്നാണ്, അടിവസ്ത്രം വരെ വന്ന്, അങ്ങനെ 3 ദിവസം തുടർച്ചയായി ഞാൻ ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. അയാളെപ്പോലും നമ്മളായിട്ടില്ലല്ലോ സുഹൃത്തുക്കളെ. നമുക്ക് ഇതിൽ നമ്മളടുത്ത് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇപ്പൊ ക്ലിയർ ചെയ്യണം. നിങ്ങൾ ചെറിയ മക്കളാണ്, നമ്മളെ ഒരു പ്രായത്തിന്റെ ആവേശത്തിൽ ചിലപ്പോ ഫേസ്ബുക്ക് ചാറ്റിങ്ങോ അല്ലെങ്കിൽ യൂട്യൂബിലെ പിന്നെ സംഗതികളൊക്കെ നമ്മളെ മനസ്സിനെ അത് നശിപ്പിക്കുകയാണ്, നമ്മുടെ വ്യക്തിത്വത്തെ അത് തകർക്കുകയാണ്, അല്ലേ? ശരീരത്തിൽ ഇങ്ങനെ രാവിലെ മുതൽ ഓരോ വെട്ടും അടിയൊക്കെ കൊണ്ടാൽ എങ്ങനെ ഉണ്ടാകും? ഒരു പോത്തിനെ അറുത്തിട്ട് അതിന്റെ ആ ഒരു കാലുണ്ടല്ലോ, കാലിന്റെ ഈ ഒരു പാർട്ട് അതിങ്ങനെ തൂക്കിയിട്ടുണ്ടാകും. ആ തൂക്കിയിട്ടതുപോലെ നമ്മളെ ശരീരമാവുമല്ലോ, എങ്കിൽ മനസ്സ് അതുപോലെ ആകുന്നുണ്ട്. മനസ്സിന്റെ ദുർഗന്ധം അത്രമാത്രം വലുതാണ്. ആരും അറിയാതെ നമ്മുടെ ഒരു ജനലും വാതിലൊന്നും ഇല്ലാത്ത ഇരുട്ട് റൂം പോലെ മനസ്സായി കഴിയുമ്പോൾ രക്ഷല്ല. അവിടെ ശൈത്താനാണ് പിന്നെ നമുക്ക് ഓരോ ഗൈഡ് ലൈനും തരിക, നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, നമ്മൾ ദേഷ്യം പിടിക്കുന്നു, പ്രതികരിക്കുന്നു ഒക്കെ ഉണ്ടാകുക. അതുകൊണ്ട് അത്തരം പ്രകൃതങ്ങളിലേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിനുള്ള ചില വഴികളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് നമ്മുടെ ജീവിതം വളരെ കൺട്രോൾഡ് ആവും, നല്ല പഠിക്കും. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ, ഇപ്പോൾ നമ്മളൊക്കെ ഫ്രണ്ട്സ്, ഈ പിന്നെ എൻ്റെയൊക്കെ ഫ്രണ്ട്സ് ചിലപ്പോൾ ഈ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് സ്ഥിരം കാണുന്ന ഒരു സംഭവമായിരിക്കും, അവർ ബ്രദർ ഇന്നാള് ഇത്ര % മാർക്കോട് കൂടെ ഇന്ന പരീക്ഷയിൽ പാസ്സായി. ഞാൻ ചിലപ്പോൾ ഇടലുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതെന്നാണെന്നറിയോ, അവന് 24 മണിക്കൂറും പുസ്തകത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് കിട്ടിയ അല്ലത്. നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നതല്ല പ്രശ്നം. എൻ്റെ സുഹൃത്ത് ചെന്നൈ IIT-യിൽ ഇപ്പോൾ കോഴ്സ് പൂർത്തിയാക്കാൻ പോകുന്ന സുഹൃത്ത് അജ്മൽ, അവന് ഓൾ ഇന്ത്യ എൻട്രൻസിൽ 9ാം സ്ഥാനവും എഞ്ചിനീയറിംഗ് കേരള എൻട്രൻസിൽ 2ാം റാങ്കും കിട്ടി. അപ്പോൾ അവനെ ആദരിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഫംഗ്ഷൻ വെച്ചു. ആ ഫംഗ്ഷനിൽ അവൻ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നതല്ല പ്രശ്നം, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ അത് എഴുതാനുള്ള അവസ്ഥ പഠിച്ചോ നിങ്ങൾക്ക് തരുമോ എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾക്ക് അന്ന് രാവിലെ ഒരു ലൂസ് മോഷൻ ഉണ്ടായാൽ മതി, പരീക്ഷകൾക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. എത്ര മണിക്കൂർ ദീർഘമായി എത്ര ലക്ഷം റുപ്യ വാപ്പ ചെലവാക്കി നിങ്ങളെ പഠിപ്പിച്ചു എന്നുള്ള പ്രശ്നമല്ല. അവിടെ ചെന്ന് ഇരുന്നിട്ട് നിങ്ങൾ പഠിച്ച ഓരോന്നിലും നിങ്ങൾ പഠിച്ചതിന് തൊട്ട് ശേഷമുള്ളത് ഇങ്ങനെ വരിക. ഓരോ അധ്യായത്തിലും എല്ലാ പേജും പഠിച്ചു തീർക്കാനൊന്നും കഴിഞ്ഞോളന്നില്ലല്ലോ. അപ്പൊ അള്ളാന്റെ തൗഫീഖാണ് വേണ്ടത്. അവൻ ആ സംസാരം ഇങ്ങനെ നടത്തുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ചിത്രം, അവൻ്റെ നാട്ടിൽ കോട്ടക്കൽ നമ്മൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ 10 ദിവസത്തെ ക്യാമ്പ്, പാരൻസ് ഒന്നും വരാതെ ഫോണൊക്കെ ഇവിടുത്തെ ഡയറക്ടേഴ്സിന്റെ കയ്യിൽ കൊടുത്തിട്ട് കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കുകയാണ് ക്ലാസ്. ആദ്യത്തെ ദിവസം വരുമ്പോൾ ഭയങ്കര എനിക്ക് പോകണം, എനിക്ക് അങ്ങനെ ഉണ്ട്, അവിടെ എക്സാം ഉണ്ട്, പ്രൊജക്ട് ഉണ്ട് എന്നൊക്കെ പറയും. 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ അൽഹംദുലില്ലാ എല്ലാവരും സജീവമാവും. 10ാമത്തെ ദിവസം ഞങ്ങളെല്ലാവരും കെട്ടിപ്പിടിഞ്ഞ് കരഞ്ഞാണ് പിരിയാറ് ഓരോരുത്തരും, അങ്ങനെ അത്ര അറ്റാച്ച്മെന്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അവിടെ ആ കുട്ടികളുടെ ക്യാമ്പ് നടക്കുമ്പോൾ ആ ക്യാമ്പിൽ അവരിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ എന്താ പറയാ കോഴി കഴിച്ചിട്ടിട്ട് അതിന്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ വേസ്റ്റ് അവനിങ്ങനെ പാത്രത്തിലേക്ക് തട്ടി ആ ഭാഗം ക്ലീൻ ചെയ്യണമെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം അത്ര ഹൈ ലെവലിലുള്ള ഒരു കുടുംബത്തിലെ കുട്ടി ഇത്ര നിസ്സാരമായ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ സെർവന്റ് മാത്രം ചെയ്യുന്ന ഒരു പണിയാണ് ക്യാമ്പിൽ വന്നിട്ട് ചെയ്യണത്. എന്താ, നിങ്ങൾ എത്ര സമയം പഠിക്കുന്നു എന്നതല്ല, അള്ളാന്റെ തൗഫീഖ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അള്ളാന്റെ തൗഫീഖ് കിട്ടണമെങ്കിൽ അള്ളാഹ് നമ്മൾ സഹായിക്കണം.
അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തത് കൊണ്ടായിരിക്കും എനിക്ക് കിട്ടിയത്. നിങ്ങൾക്കൊക്കെ കിട്ടും. നമ്മളെ ബുദ്ധിന്റെ കുറവും, നമ്മളെ പരിമിതി, നമ്മളെ ഓർമ്മശക്തിയും ഒന്നും നമുക്ക് വിഷയമല്ല. നമ്മളിങ്ങനെ വിചാരിക്കും അവൻ്റെയൊക്കെ പാരന്റ് പാപ്പയും ഉമ്മയൊക്കെ ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും അവന് മാർക്ക് കിട്ടണത് അല്ലേ. ചിലപ്പോൾ നമ്മളെ ക്ലാസ്സിലുള്ള ഹൈലി ഭയങ്കരമായിട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ അവനൊക്കെ ഒരുപാട് ബേസ്മെന്റ് ഡെയിലി അവന് വീട്ടിൽ നിന്ന് അവൻ്റെ ഫാദർ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കും ഒരു ട്യൂഷനും വേണ്ട. അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ പറ്റിയാൽ സുഹൃത്തുക്കളെ പിന്നെ ഒരു ട്യൂഷന്റെ ആവശ്യമില്ല. ഒരു നല്ല കാര്യം ഒരു അടിമ ചെയ്യുന്നത് കണ്ടാൽ ആകാശത്ത് നിന്ന് അള്ളാഹു ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, ജിബ്രീൽ നീ അവനെ ഇഷ്ടപ്പെടുക, നീ അവനെ ഇഷ്ടപ്പെടാൻ. ജിബ്രീൽ ഇഷ്ടപ്പെടും. ആകാശത്ത് പോയിട്ട് പറയും, യാ അഹ്ല സമ, ആകാശത്തുള്ളവരെ ഇന്നാള് അയാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും അയാളെ ഇഷ്ടപ്പെടുക. എത്രയോ സ്ലോട്ടുകൾ ഒരു ദിവസം നമുക്കുണ്ട്, എത്രയോ സ്ലോട്ട് ഉണ്ട്, എത്രയോ അവസരങ്ങളുണ്ട്. ഒരാളിങ്ങനെ ഞാൻ എപ്പോഴും ഈ വിഷയം പറയുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്നുള്ളവർക്ക് പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട്. ഒരു കണ്ണാത്ത ഒരാളിങ്ങനെ റോഡിൻ്റെ ആ സൈഡിലുണ്ടെന്ന് നോട്ടിക്കോ. അപ്പോൾ നമ്മൾ അയാളുടെ അടുത്ത് പോയിട്ട് കൈ പിടിച്ചിട്ട് അയാളെ റോഡ് കടത്തി കൊടുക്കണം. ആള് വാഹനങ്ങൾ ചീറിപ്പായണ റോഡ് ഇങ്ങനെ കടത്തി കൊടുക്കുമ്പോൾ അയാളോട് ചോദിക്കണം, എന്താ നിങ്ങൾ? എൻ്റെ മോളെ ലേബർ റൂമിലുണ്ട്, അവൾക്ക് മെഡിസിൻ വാങ്ങാൻ വേണ്ടി വന്നതാ. അവിടെ ആരാ ഉള്ളത്? അവിടെ ആരും ഇല്ല. അപ്പൊ അയാൾ അവിടെ എത്തിച്ചേരേണ്ടത് എത്ര വലിയ ആവശ്യമാണ്. അയാളെ കയ്യും പിടിച്ച് നമ്മളിങ്ങനെ പോകുമ്പോൾ ആകാശത്ത് നിന്ന് പഠിച്ചവൻ പറയുന്നുണ്ടാവും, എന്ത് എനിക്കിഷ്ടമാണവനെ ജിബ്രീൽ താങ്കളും ഇഷ്ടപ്പെടുക. ആകാശത്തെ കോടിക്കണക്കിന് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനത്തെ അവസരങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇതേപോലെ രണ്ടാമത്തെ ഒരു ഭാഗമാണ് അള്ളാഹുവിനൊരു അടിമയോട് കോപമായാൽ അള്ളാഹു പറയും, അവനെനിക്ക് കോപമാണ്, ഇന്ന വ്യക്തിനെ എനിക്ക് പേരെടുത്ത് പറയും. അപ്പോൾ ആകാശത്തെ മലക്കുകളോടും കോപിക്കാൻ അവനോട് ദേഷ്യം പ്രകടിപ്പിക്കാൻ ജിബ്രീൽ ആവശ്യപ്പെടും. അവരൊക്കെ ശാപപ്രാർത്ഥന നടത്തും. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തു അല്ലേ, മോസില്ല അങ്ങനെ നമ്മളെ മുന്നിൽ ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിൻ കാണിച്ചു തന്നു. നമ്മൾ ഇംഗ്ലീഷിലുള്ള വാക്കുകൾ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തു, അത് വാക്കായി, അത് വാചകമായി, അത് ലോഡ് ചെയ്തു. മുന്നിൽ വരുമ്പോൾ ആകാശത്തുനിന്ന് പറയുന്നുണ്ടാവും ചിലപ്പോ, അവനെ എനിക്ക് വെറുപ്പാണ്, നിങ്ങൾ ഓർക്കുക. ആ നിമിഷം ലോകത്തെ കോടിക്കണക്കിന് മലക്കുകൾ ശപിക്കുന്നുണ്ടാകും. നമ്മൾ കണ്ണാടിന് മുമ്പിൽ ഇരുന്ന് ഒരുങ്ങാണ് പുറത്തു പോകാൻ. ഒരുക്കത്തിന്റെ ലക്ഷ്യം എന്താ? മുടിവാരൽ സുന്നത്താണെന്നുള്ളതല്ല, വേറെ ആർക്കോ ഞാൻ പ്രിയപ്പെട്ടവനാകണം എന്നുള്ളതാണ്. കഴിഞ്ഞു. ആ കണ്ണാടിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാകും. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്ന പ്രതീക്ഷയോട് കൂടെ തന്നെ, എന്നാൽ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. എൻ്റെ ലൈഫ് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. ഞാൻ ഒന്നും അല്ലാത്ത ഒരാളായി ഒരു മൂലയിൽ ഇരിക്കേണ്ടി വരാം അല്ലേ. എനിക്കെൻ്റെ പാരൻസിനെ നഷ്ടപ്പെടാം, ഇന്നുള്ള സൗകര്യമൊക്കെ ഇല്ലാതെയാകാം എന്ന ചിന്തയോടുകൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പൊ അതിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയും ദിക്റും തസ്ബീഹുമാണ് ഒന്നാമത്തെ പരിഹാരം. നമ്മൾ കുറേ ദിക്റൊക്കെ പഠിക്കുക. ഇപ്പോൾ ഒരാളെ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ മനസ്സും പടച്ചോനും തമ്മിൽ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു ചെറിയൊരു പലക കഷ്ണത്തിന്റെ മേലെ, ഇപ്പോൾ നാട്ടിലൊക്കെ കാണുന്ന ഒരു ചിത്രമാണ്, 4 ചക്രം വെച്ചിട്ട് കയ്യും കാലും ഒക്കെ തളർന്ന ഒരാളിങ്ങനെ ഉരുട്ടി പോണ്ടാവും. അപ്പൊ നമ്മളെ ചുണ്ടെന്ന് അറിയാതെ വരുന്ന ദിക്ർ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീമാ ഇബ്തലാക ബി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. പഠിച്ചോനെ, നീ എന്നെ ഇങ്ങനെ ആക്കിയില്ലല്ലോ, നീ എന്നെ ഇങ്ങനെ ആക്കിയില്ലല്ലോ. അല്ല, നാട്ടിലൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോ പിച്ചളപാത്രം പിടിച്ച ചെറിയ കുട്ടികളെ കാണും. വല്ലതും തരണേ, അവൻ സർക്കസ് കളിക്കുന്നു. എന്തിനാ? ഒരു നേരത്തെ ചോറിന്. തട്ടിപ്പുകാരുണ്ടാവും ചിലപ്പോൾ, എല്ലാം ഞാൻ പറയണില്ല. പക്ഷേ അറിയാതെ നമുക്ക് ദിക്ർ വരും. എന്താ ദിക്ർ? പഠിച്ചോനെ, നീ എന്നെ ഇങ്ങനെ ആക്കിയില്ലല്ലോ, നീ എന്നെ ഇങ്ങനെ ആക്കിയിരുന്നെങ്കിൽ എനിക്ക് ക്രിക്കറ്റ് ഇല്ല, എനിക്ക് ഫുട്ബോൾ ഇല്ല, എനിക്ക് ടൂറില്ല, എനിക്കൊന്നുമില്ല, എനിക്ക് നല്ലൊരു ഡ്രസ്സ് പോലും ഇല്ല. അപ്പോ ജീവിതത്തെ പച്ചയായ യാഥാർത്ഥ്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് പോകാൻ, യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. നമസ്കാരം ഉണ്ട് കൃത്യമാക്കേണ്ടല്ലോ, പിന്നെ ഒന്നും സംഭവിക്കൂല. മോഷ്ടാവായ ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പറയാം, മോശമല്ലാത്തതൊക്കെ നിർത്തിക്കോളാൻ നബിയെ. നബി സമ്മതിച്ചു. ഓക്കെ, അയാൾ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്ക് മോഷ്ടിക്കാൻ കഴിയണില്ല നബിയെ, എനിക്ക് മോഷ്ടിക്കാൻ കഴിയണില്ല. റസൂൽ പറഞ്ഞു, അവൻ നിസ്കരിക്കണ ആളാ, അതുകൊണ്ടാ. പിന്നെ അപ്പോ നമ്മളെടുത്ത് സീക്രട്ട് ലൈഫിൽ എന്തെങ്കിലും കറുത്ത കുത്തുകൾ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, തക്ബീറിൽ തുടങ്ങി സലാമിൽ അവസാനിക്കുന്ന നമസ്കാരത്തിന് കുഴപ്പമുണ്ട്. അതുകൊണ്ട് അത് ക്ലിയർ ആക്കണം.
അത് ക്ലിയർ ആക്കിയാൽ കിട്ടുന്ന ഒരു മനസ്സംതൃപ്തി ഉണ്ട്. പഠനത്തിലും ജീവിതത്തിലൊക്കെ ഒരു ആസ്വാദനം ഉണ്ട്. നിങ്ങളൊരു പാർക്കിൽ മനോഹരമായ കാഴ്ചകൾ കണ്ടുപോയി ഇരിക്കുന്നതിലേറെ വലിയ അനുഭവമായിരിക്കും അത്, ഉറപ്പാണ്, ഒരു സംശയമല്ല. അപ്പം നമ്മളെ ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ രണ്ടാമത്തെ മോളെ പ്രസവത്തിൻ്റെ തിരക്കിൽ ഇങ്ങനെ ഓടാണ്. ഒരു ചെറിയ ക്രൈസിസ് എൻ്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിൽ ഇങ്ങനെ ഓടാണ്. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് എനിക്ക് സലാം തന്നെ. ഞാൻ അറിയണ മോൻ, എന്താ മോനിവിടെ? എൻ്റെ ഉപ്പ ഇവിടെ ഉണ്ട്. എത്ര ദിവസമായി? 1.5 മാസമായി. ആയിക്കോട്ടെ, നീ എത്ര റൂം നമ്പർ? എത്രയാണ്? അപ്പം ഞാൻ ചെല്ലുമ്പോൾ കാണണം എന്താ അറിയോ, അവൻ്റെ ഉപ്പ 1.5 മാസമായി മിണ്ടിയിട്ടില്ല. രാവിലെ മത്സ്യം എടുത്തിട്ട് വരുന്ന വഴിക്ക് ഒരു വണ്ടി ഇടിച്ചിട്ടിട്ട് പോയി കളഞ്ഞു. അവിടുന്ന് ആരോ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഉപ്പാന്ന് പറഞ്ഞവരൻ ഓടാണ് ഉപ്പാൻ്റെ അടുത്തേക്ക്. എന്താ? അയാളിങ്ങനെ ഒരു ചെറിയൊരു മരളിച്ചങ്ങനെ കേട്ടപ്പോൾ അവൻ്റെ ഉപ്പയുടെ അടുത്തുനിന്ന് 1.5 മാസത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് കിട്ടണത് അത്. അവന് ഭയങ്കര സന്തോഷം. സച്ചിൻ ടെണ്ടുൽക്കർ 100 അടിച്ചപ്പോൾ, 100ൽ 100 തികച്ചപ്പോൾ സ്ക്രീനിൽ അത് നോക്കിക്കണ്ട എനിക്കും നിങ്ങൾക്കും ഉണ്ടായ സന്തോഷം. ഗോൾ വല കുലുങ്ങിയപ്പോൾ, നമ്മുടെ ടീമിന്റെ സ്കോർ ഉയർന്നപ്പോൾ ഉണ്ടായ സന്തോഷം, അവനെ സ്വന്തം ഉപ്പാന്റെ അടുത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഈ ജീവിതം അങ്ങനെ പോകും. ഫ്ലാറ്റിന്റെ ഉന്നതിയിൽ എല്ലാ നിലക്കും ഭയങ്കര സന്തോഷമായിട്ട് പോകുന്നൊന്നും വിചാരിക്കണ്ട. ഈ പറയുന്ന UAE ദേശീയ പാതയിൽ എവിടെയോ ഒരിടത്ത് ചെറിയൊരു കുഴി ഉണ്ടാവും നമ്മുടെ വാപ്പാക്കളെ. അവിടെ മുതൽ നമ്മളെ എത്തിയുമാണ്, മനസ്സിലാക്കണം. ദീനാറ് പിന്നെ വരൂല. ഉമ്മാനെയും കൂട്ടിയിട്ട് കാരൻ്റെ ഇവിടുന്ന് അല്ലേ? ഉമ്മാക്ക് ലോകത്തെ പേര് വിധവ എന്നാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കണം അത്ര ദൈർഘ്യം ഇതിനില്ല. 1.5 മാസം അവൻ്റെ ഉപ്പാന്റെ അടുത്തവൻ, പിന്നെയും 5 ദിവസം ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായി. എനിക്ക് കിട്ടിയ കുട്ടീൻ്റെ അടുത്തല്ല ഞാൻ ഉണ്ടായത്, അവൻ്റെ അടുത്താണ്. അപ്പോഴല്ല, അവന് +1 പഠിക്കണ കുട്ടിയാ. അവൻ്റെ പക്വത കണ്ടിട്ട് ഞാൻ ഞെട്ടി. എന്താ? നിസ്കാരത്തിൻ്റെ നേരാവുമ്പോൾ ഉപ്പാൻ്റെ ചെവിയിൽ പോയിട്ട് പറയാ, ഉപ്പാ നിസ്കാരത്തിൻ്റെ നേരായിട്ടുണ്ട്. അറിയോ? നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും സുഹൃത്തുക്കളെ? എന്താ? ഞാൻ ചോദിച്ചു, മോനെ ഉപ്പാക്ക് നിസ്കാരം ബാധ്യതയല്ലല്ലോ, പിന്നെന്താ? അല്ല, ഉപ്പാക്ക് ഓർമ്മ ഉണ്ടെങ്കിലോ? എല്ലാ വൈകുന്നേരം പ്രസംഗിക്കാൻ കാരണം ആളാണ് ഞാൻ. എനിക്ക് തോന്നിയില്ല അങ്ങനെ. എന്നിട്ട് അവൻ്റെ ഉമ്മാനോടുള്ള വാചകം, ഉമ്മ നിസ്കാരത്തിൻ്റെ അവസ്ഥ ഉപ്പാക്ക് ഉണ്ടെങ്കിൽ, ഓർമ്മ ഇല്ലെങ്കിൽ ഉപ്പാക്ക് കുറ്റം കിട്ടൂലേ? ഇനി മാത്രമല്ല, നമ്മളിപ്പോൾ മരിക്കുകയാണെങ്കിൽ നിസ്കരിക്കണ നേരത്തെ മരിച്ചാൽ ഉപ്പാനെ എനിക്ക് സ്വർഗത്തിൽ നിന്നെങ്കിലും കിട്ടുമല്ലോ ഉമ്മ എന്ന് പറയുന്ന കുട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങളുടെ അലിഫ് ഉണ്ടാക്കിയൊരു കുട്ടിയാണത്. കുവൈത്തിൽ അലിഫ് എന്നാണ് പേരെങ്കിൽ കേരളത്തിൽ സിയാർ എന്നാണ് പേര്. മനസ്സിലായില്ലേ? അതുകൊണ്ട് മിനിമം അജണ്ട നമ്മൾ ഒഴിവാക്കുക. മിനിമം അജണ്ട അത് വിടുക. മിനിമം അജണ്ട ഏതൊക്കെയാണ്? നിങ്ങൾ ഉറങ്ങണിൻ്റെ മുമ്പ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. എനിക്കത് നിങ്ങളോട് പറയുള്ളത്. മിനിമം അജണ്ട ഏതൊക്കെയാണ്? പിന്നെന്താ അറിയുക നിങ്ങൾ? പിന്നെ ഇതിലുള്ളൊരു പ്രശ്നം, ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞാലും തലയിൽ കയറാത്തവരുണ്ടാകും. പക്ഷേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് മലർന്ന് കിടക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും കുട്ടികളെ. അപ്പോൾ ഒരു കാര്യം അപ്പം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇവിടെ ഏത് സെഷനിലാണെന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടൊരു ഹദീസ് ഉണ്ട്, ഹത്ത യുഗർഗീറ അല്ലേ? ഹത്ത യുഗർഗീറ, തൊണ്ടയിൽ റൂഹത്തിന് നേരം വരെ പഠിച്ചവനൊക്കെ സ്വീകരിക്കും, അതിൻ്റെ ശേഷം സ്വീകരിക്കൂല. അത് മനസ്സിലാക്കി വേണം യഥാർത്ഥത്തിൽ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ. അപ്പോൾ കുറച്ച് ദിക്കറൊക്കെ എല്ലാ ദിക്കറും കൂടി ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിയില്ല. പക്ഷെ കുറച്ച് ദിക്കറൊക്കെ നമ്മൾ ചര്യയാക്കുക. രണ്ടാമത്തത്, നമ്മളെ നിസ്കാരം നമ്മൾ റെഡിയാക്കുക. നിസ്കരിക്കാൻ നോക്കുമ്പോൾ ഇത് എൻ്റെ ലാസ്റ്റ് ളുഹറ, ചിലപ്പോൾ അടുത്ത മഗ്‌രിബിന്റെ സമയം പോലത്തിന് എൻ്റെ ഉപ്പ ഐസുവിൻ്റെ മുമ്പിലുണ്ടാവും എന്നെയും കൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം നിസ്കാരം റെഡിയാകും. ഈ പറയണ ഞാനും പെർഫെക്റ്റായിട്ട് പറയണമല്ല. ഇനി ഉറപ്പാണ് ഒരു 5 ദിവസം എനിക്ക് ഞാൻ അറിയാതെ പെർഫെക്റ്റ് ആവും. അതാണ് എനിക്ക് നിങ്ങളോട് മൂന്നാമത് പറയാനുള്ളത്. നമ്മൾ പഠിക്കണ കാര്യം, നടപ്പിലാക്കിയ കാര്യം വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുക. ഫ്രണ്ടിന് ലെറ്റർ എഴുതടാ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ അത് മനസ്സിലാക്കണം. അവനെ നമ്മൾ നല്ല MP3 സ്പീച്ചുകളുണ്ടാവും. ദാവാ വോയിസിലൊക്കെ കയറിയാൽ ഇങ്ങനത്തെ വിഷയങ്ങൾ പറയണ നല്ല സ്പീച്ചുകളുണ്ടാവും. അത് കൊണ്ടേ കൊടുക്കുക, അത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അവൻ നമ്മളെക്കാളും ഉന്നതമായ അവസ്ഥയിലെത്തും. അപ്പോൾ
നമുക്ക് അവൻ്റെ കൂടെ കൂടുതൽ സന്തോഷത്തോടു കൂടെ ഇടപെടാൻ പറ്റും. അപ്പം നമ്മളെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് മാറും. നമുക്ക് മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകളായിരിക്കും ഉണ്ടാകുക. അത്തരം ചില ഓർമ്മപ്പെടുത്തലുകൾക്കുള്ള അവസരങ്ങളായിട്ടാണ് നമ്മൾ കാര്യങ്ങളെ കാണുക. പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും. അതിനാണ് ദാവത്ത് എന്നറിയാം അല്ലേ? ഷാർജയിലെ മെമ്പറിൽ നിന്ന് ആയിരങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയ ഖുത്വ അല്ല, അതിലേറെ വലിയ ദാവത്ത് നിങ്ങൾക്ക് നടത്താൻ പറ്റും. ബ്ലൂടൂത്ത് ജില്ലയിലുള്ള ഒരാൾക്ക് കിട്ടും, അയാൾ അടുത്ത ആൾക്ക് കൊടുക്കും, അവസാനം അത് കൈമാറേണ്ട ആളടുത്തേക്ക് എത്തും. ഒറ്റ സിമ്പിൾ SMS മതിയാകും ഒരാളാകെ അയാളുടെ ജീവിതം മൊത്തത്തിൽ മാറാൻ അല്ലേ? അയാളെ സ്വകാര്യ ജീവിതരുടെ ഉദാഹരണം പറയാം. ഒരു താബേവരൻ ഉദ്ധരിച്ചൊരു സംഭവമുണ്ട്. ഒരാളൊരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഒരു റൂമിൽ പ്രവേശിച്ചു. വാതിലുകളൊക്കെ അവളോട് അടക്കാൻ പറഞ്ഞു. അവൾ എല്ലാ വാതിലും അടച്ചു. എല്ലാ വാതിലുകളും അടച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം അവൾ കട്ടിലിൽ വന്നിരുന്നതിൻ്റെ ശേഷം പറഞ്ഞു, ഒരു നിർവാഹവുമില്ലാതെ ഈ പുരുഷന്റെ മുന്നിൽ സാമ്പത്തിക പ്രാരാബ്ധതകൾ കൊണ്ടിരിക്കേണ്ടി വന്ന അവൾ പറഞ്ഞു, ഒരു വാതിലടക്കാൻ കഴിയുന്നില്ല. ഏതാണ് വാതിൽ? അത് നിങ്ങൾ അടക്കണം. ആകാശത്തിന്റെ വാതിലാണ്. ആകാശത്തിന്റെ വാതിൽ ഒരാൾക്കും അടക്കുക സാധ്യമല്ല. അത് റബ്ബിന്റെ കണ്ണാണ്, റബ്ബിന്റെ അറിവാണ് അല്ലേ? ഒറ്റ മെസ്സേജ് മതി. വേറെ എന്തൊക്കെ ഒപ്പിച്ചിട്ട് എങ്ങനെയൊക്കെ നടത്തുന്നതാണെങ്കിലും ഉറപ്പാണ് ഈ ഒറ്റ സംഭവം. നമ്മളാ SMS അവൻ വായിച്ചത്, അത് റാഷിദ് അയച്ച SMS ഉണ്ട്, അതുകൊണ്ട് ഞാൻ സൈൻ ഔട്ട് ചെയ്യാണ് അല്ലേ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകും. അത് കൂട്ടായി നിർവഹിക്കാനുള്ള കൂട്ടായ്മയാണ് MSM എന്ന് പറയുന്നത്. അത് വല്ലാത്ത സംഭവമാണ്. ഇപ്പോൾ റഷീദ്ക്ക പിന്നെ എന്നെ ഇവിടെ വിളിച്ചു. റഷീദ്ക്കൊക്കെ ഉള്ള ഒരു ടീമാണ് യഥാർത്ഥത്തിൽ. അവരവിടുന്ന് ഇങ്ങനെ പോരുന്ന ഒരു ടീമാണ് MSM എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മളെ ഓഫീസിൽ കോഴിക്കോട് CD ടവറിൽ നമുക്ക് ഓഫീസ് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളൊരു പുതിയ സമിതി വന്നതിൻ്റെ ശേഷം പഴയ നമ്മുടെ രേഖകളൊക്കെ ഇങ്ങനെ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ ഞാനൊരു വാചകം കണ്ടു. എന്താ പറയുക വാചകം? ഇന്നലെ ഞാൻ ഒരു ക്യാമ്പിൽ നിന്ന് എടുത്ത ഫീഡ്ബാക്കാണ്. ഇന്നലെ ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ പുതപ്പില്ലാതെയാണ് വന്നത്. വയനാട്ടിൽ നടന്ന ക്യാമ്പിൻ്റെ ഫീഡ്ബാക്കിൽ എഴുതണ ഒരു കുട്ടി, ഉറങ്ങാൻ കിടന്നപ്പോൾ എൻ്റെ മേലെ പുതപ്പുണ്ടായിരുന്നില്ല, ഞാൻ തണുത്ത് വറക്കുകയായിരുന്നു. ഞാൻ എണീറ്റപ്പോൾ എനിക്ക് പുതപ്പുണ്ട്. അതിൻ്റെ അർത്ഥം എനിക്ക് വേണ്ടി ആരോ ഒരാൾ ഇന്നലെ രാത്രി മുഴുവൻ തണുപ്പ് സഹിച്ചു എന്നാണ്. ഞാൻ ആസ്മരോഗിയാണ് എന്നത് അറിയുന്ന ഒരാളായിരിക്കും അത്. അപ്പം 5 പേരിൽ ഒരാളായിരിക്കും അത്. ആരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അവനിങ്ങനെ ഉറങ്ങുമ്പോൾ മറ്റേ ആൾ പുതപ്പിട്ട് മൂടി ഉറങ്ങാനിങ്ങനെ ഒരുങ്ങുമ്പോൾ ഓർമ്മ വരികയാണ്, എന്ത് അതാവും കിടക്കണേ, അവന് പുതപ്പില്ലല്ലോ. ഈ ജാതി തണുപ്പത്ത്, വയനാട്ടിലെ ഈ ജാതി തണുപ്പത്ത് അവനിങ്ങനെ കിടന്ന അവന് ശ്വാസം മുട്ടിൻ്റെ അസുഖമുള്ള ആളാണ്, ശരിയാവില്ല. അതുകൊണ്ട് നീ ഉറങ്ങടാ, ഞാൻ സഹിച്ചോളാം ഈ തണുപ്പ് എന്നാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കൂട്ടായ്മയിലുള്ള ആത്മബന്ധം. ഇതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾ ഇവിടുന്നൊക്കെ ദുബൈയൊക്കെ വിട്ട്, അബുദാബിയൊക്കെ വിട്ട്, അജ്മാനൊക്കെ വിട്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ അന്തരീക്ഷത്തിൽ എത്തും. പക്ഷേ ഒരു വയർലെസ് ഒരു സാറ്റലൈറ്റ് നിങ്ങളെ കണക്ട് ചെയ്യും. അത് MSM ആണ്. വയർ കണക്ഷനുകളില്ലാത്ത ഹൃദയത്തിന്റെ ബന്ധങ്ങളെ കണക്ട് ചെയ്യും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുക, ഇവിടെ ഒരു ടീമും കാര്യമൊക്കെ ഒന്ന് പ്രഖ്യാപിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇതിന്റെ കുറെ ആക്ടിവിറ്റി സ്വയം പ്ലാൻ ചെയ്യണം. ഒരുപാട് പോയി നല്ലൊരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഈദ് കിസ്വ എന്നുള്ള പേരിൽ പ്രഖ്യാപിച്ച ഒരു ആക്ടിവിറ്റി. ഗൾഫിലും നാട്ടിലൊക്കെ നമ്മളെ കുട്ടികൾ നന്നായി ഏറ്റെടുത്തൊരു സംഭവമാണ്. എന്താ? ഒന്നുമില്ല, ഒരാളൊരു പോസ്റ്റ് ഇട്ടു. അയാൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഒരു വീട്ടിൽ അയാളുടെ ഫാദറിനിലോ ചെന്നപ്പോൾ അവിടെ 4 കുട്ടികളുണ്ട്. ഒരു പ്രായം ചെന്ന മനുഷ്യനുണ്ട്. വാപ്പ മരിച്ചിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ അവിടെ അവർക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗം എന്ന് പറയുന്നത് ഒരു പശുവാണ്. ആ പശുവിൻ്റെ പാലാണ്. ആ പശുവിൻ്റെ അകിടിൽ 3 പിന്നെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന അതിലൂടെ വരുന്ന പാലാണ് ജീവിതമാർഗം. അങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ പെരുന്നാളിനോടടുത്ത സമയമാണ്. അപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈദിൻ്റെ സന്തോഷത്തിൽ അവരും അത്തർ പുരട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഗതികൾ എഴുതി. 10 ലക്ഷം റുപ്യാണ് ഫേസ്ബുക്കിൽ ആ പോസ്റ്റിങ്ങിലൂടെ നമ്മൾ കളക്ട് ചെയ്ത അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്. 10 ലക്ഷം റുപ്യ. എന്താ, നമുക്കൊരു ഡ്രസ്സ് ഉപ്പ വാങ്ങിയപ്പോൾ പാവപ്പെട്ടൊരു കുട്ടി ജീവിക്കുന്നുണ്ട്, ഉപ്പല്ലാത്ത അല്ലെങ്കിൽ ഉമ്മല്ലാത്ത, അല്ലെങ്കിൽ ഉപ്പാന്റെ സാമ്പത്തിക ബാധ്യതകൾക്ക് തന്നെ പണം തികയാത്ത ഒരു കുട്ടി ലോകത്ത് എവിടെയോ ജീവിക്കുന്നുണ്ട്. എൻ്റെ വക അവനൊരു ഡ്രസ്സ് അല്ലേ, എൻ്റെ വക അവനൊരു ഡ്രസ്സ്.
അത് MS നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. സ്കൂൾ കിറ്റ് ജൂൺ മാസത്തിൽ സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ്. അതൊക്കെ നിങ്ങൾക്ക് ശേഖരിക്കാം. അങ്ങനെ എനിക്ക് പെർമിഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പല വീടുകളിലും പോകാൻ കാണാം. പിന്നെ ഒരുമിച്ചിരിക്കാം. ഇപ്പോൾ ഇവിടെ ഒരുപാട് പ്രസന്റേഷനുകൾ അടക്കമുള്ളത് നടന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാണ്. നിങ്ങൾക്ക് പറ്റും. ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഉജ്ജ്വലമായി മുന്നോട്ട് പോകാവുന്ന ഒരു ടീമായി മാറാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കണില്ല, ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഇനിയും നമുക്ക് ഇങ്ങനത്തെ സെഷനുകൾ അവസരങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സംസാരിക്കാം, നമുക്ക് പഠിക്കാം. ഈ സദസ്സിലുള്ള ഓരോ കുട്ടിയും മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുക്കണം. ഇന്ന് നിസ്കാരത്തിൻ്റെ സുജൂദിൽ നമ്മൾ തീരുമാനം എടുക്കണം എന്ന്, ഞാൻ നല്ലൊരു കുട്ടിയാവും. എൻ്റെ പാരൻസിന് എന്നെ സംബന്ധിച്ച് കൺകുളിർമ മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്കൊരു സീക്രട്ട് ലൈഫിൽ ഇല്ലാത്ത ഒന്നും എനിക്ക് പരസ്യമായ ജീവിതത്തിൽ ഉണ്ടാവില്ല. പരസ്യമായ ജീവിതത്തിൽ ഇല്ലാത്തൊന്നും ഒക്കെ ക്ലിയർ ആയിരിക്കും. ഒരു വൈറ്റ് പേപ്പർ പോലെ ഞാൻ എൻ്റെ ഹൃദയത്തെ കഴുകും. ചെയ്തതിന് ഞാൻ നിന്നോട് പശ്ചാത്തപിക്കുന്നു റബ്ബേ, അതിൽ നിലനിൽക്കാൻ എനിക്ക് നീ അവസരം കൊണ്ട് റബ്ബേ എന്ന് പറയണം. പിന്നെ നമുക്ക് ഒരിക്കലും പരിഹാരം കാണാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി സംസാരിക്കാവുന്ന ആളുകളോട് സംസാരിക്കണം. ഒരു പ്രശ്നമല്ല, സംസാരിക്കാം. ഞാൻ സംസാരിക്കാൻ, നിങ്ങളോട് ആ വിഷയത്തിൽ സംസാരിക്കാൻ റെഡിയാണ്. 2-3 ദിവസം ഇവിടെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. എനിക്ക് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റാത്ത ഏരിയയാണെങ്കിൽ വളരെ പ്രമുഖരായ നമ്മുടെ സ്കോളേഴ്സ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളെ സ്കൂളിലെ കുട്ടികളൊക്കെ അലിഫിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്ന ഫ്രണ്ടില്ലേ, അവനോട് പറയാം, എടാ അലിഫ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, നിന്റെ ഉപ്പ മരിച്ചാൽ നീയാണ് നിന്റെ ഉപ്പൻ്റെ മയ്യത്ത് കുളിപ്പിക്കണ്ടേ, എനിക്ക് പറ്റുമോ? ഉപ്പാനെങ്ങനെ എണീപ്പിച്ചിരുത്തിയിട്ട് വയറ് നെക്കിയിട്ട് വയറ്റിലുള്ളത് പുറത്തേക്ക് വരുമ്പോൾ ദുർഗന്ധം ഉണ്ടാകും. അത് കൈ ശീല കെട്ടിയിട്ട് നീയാണ് എടുക്കുക, അതല്ല വേറെ ആരെങ്കിലും ആണ് എടുക്കുക? നിനക്കറിയോ? മയ്യത്ത് നിസ്കാരത്തിൽ ദുആ നിനക്കറിയോ? പഠിക്കണ്ടേ ഞങ്ങൾ, നീ വരണം. അപ്പോൾ അവനെന്താ ചെയ്യുക? എന്താ നീ ഇപ്പോൾ ഒരു നല്ല ആളായത്? ഞാൻ ഇന്നു മുതൽ നല്ല ആളാണ്. തമാശാക്കരുത്, നമ്മൾ നല്ല ആളാണ്. നീ ആ സിനിമ കണ്ടിട്ടില്ലേ? ഉണ്ട്. നീ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി, പൊറുക്കലിനെ തേടണം. അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ട്. നിനക്ക് ഇന്ന ആൾ നിന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ, നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ? അതെ ആയിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു നീ നിലനിർത്തി കിട്ടാൻ വേണ്ടി നീ ദുആ ചെയ്യണം എന്ന് പറയുന്ന അന്തരീക്ഷം സുഹൃത്തുക്കളെ ഉണ്ടാകണം. നിങ്ങളെ ക്ലാസ്സിലെ രാജേഷ് ഇല്ലേ, നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റേ കുട്ടിയില്ല, അവൻ അവസാനം വന്നിട്ട് പറയും എനിക്ക് മുസ്ലിം ആകണം. അപ്പോൾ ഒരുപക്ഷെ ഞാൻ അബുദാബിയിൽ ക്ലാസ്സിന് ഗബ്രിയേൽ ക്രസ്റ്റസിനെ കണ്ടിരുന്നു, ജിബ്രീൽ കണ്ടിരുന്നു. വളരെ ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം തൃശ്ശൂർ പ്രൊഫ്കോൺ വന്നു, അദ്ദേഹം സംസാരിച്ചു. മാനന്തവാടി പള്ളിയിൽ ഒരു കുട്ടി, അവനിങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറ്റൊരാളിങ്ങനെ കയറാണ് പള്ളിക്ക്. അപ്പോൾ ഏതപ്പോൾ ഒരു പുതിയ പയ്യൻ, ഒരു കുഞ്ഞു താടിയുണ്ട്. അപ്പം നെഞ്ഞത്ത് കൈവെക്കലാണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അൽഹംദുലില്ലാ, സിയാർക്ക് ഒരു കോർഡിനേറ്ററേയും കൂടിയും കിട്ടിയല്ലോ. അവൻ മാത്രമേ ഇവിടെ ഒരു സലഫി ലൈനിലുള്ള ആളുള്ളൂ. ചെന്ന് പരിചയപ്പെട്ടപ്പോൾ പേര് ഒരു നോൺ മുസ്ലിം പേരാണ്. അപ്പോൾ രണ്ടുപേരും ആലിംഗനത്തിൽ വീഴാണ്. എങ്ങനെ? അത് തൃശ്ശൂർ പഫ്കോണ് ഗബ്രിയേൽ ക്രസ്റ്റസിൻ്റെ ടോക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ മുസ്ലിം ആകാമെന്ന്. അവനെ പ്രോഫ്കോണിന് വിളിച്ചു കൊണ്ടുവന്ന ആൾക്ക് സുഹൃത്തുക്കളെ സ്വർഗം കിട്ടാൻ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നും ആവശ്യമില്ല, അത് മാത്രം മതി. അവനായിട്ട് നമ്മൾ അടുപ്പായി. അവനെ ആദ്യം തന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ബ്രദർ ഉണ്ട്, അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ്. രണ്ടാളും സ്വകാര്യമായിട്ട് ഇസ്ലാം കൊണ്ടെടുക്കണം. നിസ്കരിക്കുന്നത് അവിടെ കോളേജിൽ ഒഴിവാക്കിയ ഒരു കിച്ചൻ്റെ ഏരിയ ഉണ്ട്, അവിടെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് അവൻ അവിടെ നിസ്കരിക്കണം സ്വകാര്യമായിട്ട്. പാരൻസ് ഒന്നും അറിയണില്ല അവൻ ഇസ്ലാം സ്വീകരിച്ച്. മാസങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അവൻ പറയാണ്, എൻ്റെ ബ്രദർ ഇസ്ലാമായി, മുസ്ലിമായി. അവനിതവിടെ നിൽക്കുന്നു അല്ലേ? കോടികൾ കിട്ടിയ ആനന്ദമാണ്. അപ്പം നിങ്ങൾക്കൊക്കെ പറ്റും ഒരുപാട് ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും. നമ്മൾ എൻഗേജ്മെന്റ് കംപ്ലീറ്റ് അങ്ങനെ മാറുമ്പോൾ എന്താ പറയുക, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവും. നമ്മൾ വിചാരിക്കാത്ത ഉന്നതാവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു വലുതാകും. അങ്ങനെ വലുതാകുന്ന നല്ല കുട്ടികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവൻ്റെ പരിശുദ്ധ സ്വർഗത്തെ അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമ ഉച്ചരിച്ച് മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ربنا وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله على محمد.